ഹലോ ഹലോ വിവാൻ എല്ലാവർക്കും പിമ്പിൾ അക്കാദമിയുടെ മറ്റൊരു വെബിനാറിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ദിനേന എന്നോണം വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ അവയർനെസ് രൂപപ്പെടുത്തുക, അതേപോലെ തന്നെ നോളജ് അക്വസിഷൻ, സ്കിൽ ഡെവലപ്മെന്റ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നമ്മളിലും സമൂഹത്തിലും മാറ്റം ഉണ്ടാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു നോളജ് ഷെയറിംഗ് ഹബ്ബ് അത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു മോട്ടോ. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ വർക്ക്ഷോപ്പുകളും കോഴ്സുകളും അതിനോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന എല്ലാ പ്രോഗ്രാമുകളും നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ നമ്മൾ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനോട് അനുബന്ധിച്ച് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സേഫ് ടച്ച്, അൺസേഫ് ടച്ച് എന്നുള്ളതാണ്. നമ്മളിൽ പല ആളുകളും ടീച്ചേഴ്സ് ആയിരിക്കാം, അതേപോലെ തന്നെ ട്രെയിനേഴ്സ് ആയിരിക്കാം, കൗൺസിലേഴ്സ്, സൈക്കോളജിസ്റ്റ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ മുമ്പ് കാലങ്ങളിൽ നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു പദമാണ് ബാഡ് ടച്ച്, അല്ലെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നുള്ള ഒരു പ്രയോഗം നമ്മളൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. എന്നാൽ അതിൽ നിന്ന് മാറി നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് സേഫ് ടച്ച്, അൺസേഫ് ടച്ച് എന്നുള്ളതാണ്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അതിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഒരു ടച്ച് സേഫ് ആകുന്നത്, അതല്ല അത് അൺസേഫ് ആകുന്നത് എന്നതൊക്കെ കൃത്യമായിട്ടുള്ള അതിന്റെ വശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെക്ഷുവാലിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ട് നമ്മളിലും അതേപോലെ തന്നെ കുട്ടികളിലും, സവിശേഷമായിട്ട് കുട്ടികളിൽ, വളർന്നു വരുന്ന കുട്ടികൾ, അത് ചെറിയ ഇൻഫാൻസി സ്റ്റേജ് മുതൽ കുട്ടികളിൽ സെക്ഷുവാലിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഓരോ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ അവരോട് സംസാരിക്കേണ്ടത്, ഓരോ ഓർഗൻസിനെ കുറിച്ച് നമ്മൾ എങ്ങനെ നമ്മൾ പറയണം. പണ്ടത്തെ കാലത്ത് നമ്മളൊക്കെ പല കാരണങ്ങളും കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് മറച്ചു വെച്ച് പലതും നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് പറ്റൂല. കാരണം നമ്മളെക്കാൾ അവർ അഡ്വാൻസ്ഡ് ആണ്. നമ്മളൊരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അപ്പുറത്ത് പോയിട്ട് ചിലപ്പോൾ നെറ്റിൽ നോക്കിയിട്ട് അതിനേക്കാൾ വിശദമായിട്ട് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും, അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് സെക്ഷുവാലിറ്റിയുടെ വിഷയമാണെങ്കിൽ പോലും കൃത്യതയോടെ നമുക്ക് സംസാരിക്കാൻ പറ്റണം. അതിന് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസുകൾ ഉണ്ട് WHO. അതിന്റെ അടിസ്ഥാനത്തിലാണ് സെക്ഷുവാലിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു പാർട്ടാണ് ശരിക്ക് സേഫ് ടച്ച്, അൺസേഫ് ടച്ച് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വിഷയം അവതരിപ്പിക്കാൻ എത്തിയിട്ടുള്ള ലാലി മാം പിമ്പിൾ അക്കാദമിയിൽ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു വർക്ക്ഷോപ്പ് ഒരു കുറച്ചു കാലങ്ങളായിട്ട് സംഘടിപ്പിച്ചു വരുന്നു. മാമിനെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ആലുവ സ്വദേശിയാണ്. സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്റർ ആണ്, അതേപോലെ തന്നെ സൈക്കാട്രിക് സോഷ്യൽ വർക്കർ ആണ്, കൗൺസിലർ ആണ്, ട്രെയിനർ ആണ്. അപ്പോൾ ഇന്ന് നമുക്കിതുമായി ബന്ധപ്പെട്ട് ഈ ഒരു സേഫ് ടച്ച്, അൺസേഫ് ടച്ച് എന്നുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കും. മാം പിമ്പിൾ അക്കാദമിയിൽ വ്യത്യസ്തമായിട്ടുള്ള ഫ്രീ വെബിനാറുകൾ നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്നു. സെക്ഷൽ ഗ്രൂമിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ട്. കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷന്റെ ഒരു ക്ലാസ് മുമ്പ് നയിച്ചിട്ടുണ്ട്. അങ്ങനെ അതിന്റെ റെക്കോർഡുകളൊക്കെ പിമ്പിൾ അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് അതിനെ പഠിക്കാനും അത് ഉൾക്കൊള്ളാനും എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ പാർട്ടിസിപ്പൻസിനും ഈ ഒരു വെബിനാറിലേക്ക് ഹൃദ്യമായിട്ടുള്ള സ്വാഗതം അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്ന ലാലി മാമിന് സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ മാമിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് ലാലി മാം. താങ്ക് യു ഫൈസൽ സാർ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നോമ്പായതുകൊണ്ടാണ് എന്ന് തോന്നുന്നു നമ്മുടെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ.
സാധാരണ ഇതിലും കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉണ്ടാവാറുള്ളതാണ്. ഓഡിബിൾ അല്ലേ സർ? യെസ് യെസ്. സാധാരണ അങ്ങനെ പാർട്ടിസിപ്പൻസ് കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ എന്താണെന്ന് അറിയില്ല, നോമ്പായത് കൊണ്ടാവാം വളരെ കുറവാണ് പാർട്ടിസിപ്പൻസ്. എന്നാലും എത്ര പാർട്ടിസിപ്പൻസ് കുറവാണെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകണം. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സേഫ് ടച്ച്, അൺസേഫ് ടച്ച് എന്നൊക്കെ പറയുന്നത്. അത് മാത്രമല്ല, നമ്മുടെ നാട്ടില് ഇപ്പൊ കുറേ നാളുകളായിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു വല്ലാത്ത വിഷമാവസ്ഥയിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പൊ കടന്നു പോയോണ്ടിരിക്കുന്നത്. കാരണം ഓരോ ദിവസവും കേൾക്കുന്ന ന്യൂസുകൾ ഒക്കെ എന്താ പറയാ, ഒരു വല്ലാത്ത അവസ്ഥയാണ് അല്ലേ? ശരിക്കും മാനസികാവസ്ഥ ആരുടെയും ശരിക്കും നല്ലതല്ല. പ്രത്യേകിച്ചും ഈ ഒരു വീക്കിലൊക്കെ നമ്മൾ വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയം. അപ്പോ എന്താ, ഒരുപാടൊന്നും നമ്മൾ പുറകോട്ട് ചിന്തിക്കുകയൊന്നും വേണ്ട. ഈ ഒരു 2025 മുതൽ നമ്മൾ ജാനുവരി മുതൽ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ എത്രമാത്രം പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയത്. അപ്പൊ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ അതിനെയൊക്കെ ഒരു തരണം ചെയ്യാനും അല്ലെങ്കിൽ അതിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിവിലേക്ക് കിട്ടുവാനും ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നമുക്കൊക്കെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് എത്ര പേര് കുറവാണെങ്കിലും നമ്മൾ ക്ലാസ് എടുക്കും എന്നുള്ളതാണ്. അപ്പോ എൻ്റെ പേര് ലാലി ബിസ്മിൽ എന്നിപ്പോ സാറ് പറഞ്ഞു. ഇനിയിപ്പോ എന്നെ പറ്റി കൂടുതലായിട്ടൊന്നും പറയേണ്ടതില്ല. ഞാനിവിടെ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ക്ലാസ്സുകൾ നമ്മൾ വിംബിൾ അക്കാദമിയിൽ സ്ഥിരമായിട്ട് ഒരു വർഷമായിട്ട് എടുക്കാറുണ്ട്. ഫ്രീ വെബിനാറും സാർ പറഞ്ഞതുപോലെ പലപ്പോഴായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ പറ്റി ഇനി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് വിഷയത്തിലേക്ക് ഡയറക്റ്റ് കിടക്കാം. ആരെങ്കിലുമൊക്കെ വീഡിയോ ഒന്ന് ഓണാക്കുവോ? ബുദ്ധിമുട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് ഓണാക്കും. ആർക്കും പറ്റില്ല അല്ലേ? എല്ലാവരും അടുക്കളയിലാണോ അല്ലെങ്കിൽ ബെഡിലാണോ? താങ്ക് യു. നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പൊ വീഡിയോയും കൂടി ഓണാക്കുകയാണെങ്കിൽ നമുക്ക് പരസ്പരം ഒന്ന് കണ്ടുകൊണ്ട് സംസാരിക്കാലോ. അതാണ് ഇപ്പൊ ഞാനീ പറഞ്ഞതുപോലെ നമ്മളിപ്പോ വളരെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണല്ലേ. അതായത് ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ, അല്ലെങ്കിൽ ഈ ജാനുവരി മാസത്തോടെ തുടങ്ങി ഒന്ന് നമ്മൾ എടുത്തു നോക്കിയാൽ എത്ര പെൺകുട്ടികളാണ് നമ്മുടെ ഭർതൃഗ്രഹത്തിലാണെങ്കിലും അല്ലാതെയൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിലെ റീസണിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഇപ്പൊ യഥാർത്ഥ കാരണം നമ്മൾ അറിഞ്ഞില്ലെങ്കിലും മീഡിയാസിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞത് എന്താണ്, ഇപ്പൊ ഈ അടുത്തിടെ സംഭവിച്ച 2-3 കേസിൽ ബോഡി ഷെയ്മിങ്, ബുള്ളിയിങ്, അതുപോലെ സ്ത്രീധനത്തിന്റെ പ്രശ്നം പറഞ്ഞിട്ട് അങ്ങനെയുള്ള പീഡനങ്ങളൊക്കെ സഹിച്ചതിന്റെ പേരിലാണ് അപ്പൊ ഈ കഴിഞ്ഞ മാസത്തിൽ വന്നത് എന്താ പറയാ, ബോഡി ഷെയ്മിങ് വളരെ നടന്നു എന്ന് ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്. കറുത്തതാണ് എന്ന് പറഞ്ഞ് ഭർത്താവ് കുറ്റപ്പെടുന്നു, സൗന്ദര്യം കുറഞ്ഞതിന്റെ പേരിൽ എന്ന് തന്നെയാണ് ന്യൂസിൽ വന്നത്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ആത്മഹത്യകൾ ഈ കഴിഞ്ഞ മാസങ്ങളിൽ നടന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ഒരു ഫെബ്രുവരി 25-നാണെന്ന് എനിക്ക് തോന്നുന്നു, അതായത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിന്റെ റീസൺ പറഞ്ഞത്, ആ പെൺകുട്ടിക്ക് ആദ്യം ഉണ്ടായ കുട്ടി പെൺകുഞ്ഞായിരുന്നു. രണ്ടാമതുണ്ടായ കുട്ടിയും പെൺകുഞ്ഞായിരുന്നു. അപ്പോ ഭർത്താവ് അതിന്റെ പേരില്, രണ്ടാമതും പെൺകുട്ടി ഉണ്ടായതിന്റെ പേരില് സ്വസ്ഥത കുറവും പ്രശ്നങ്ങളും തുടങ്ങി. അതിനുശേഷം ഭർത്താവ് വിളിച്ചിട്ടോ വന്നിട്ടോ സംസാരിച്ചിട്ടോ ഇല്ലോ എന്ന് മലപ്പുറത്ത് നിന്ന് ഈ കഴിഞ്ഞ ആഴ്ചയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ ആ കുട്ടി ആത്മഹത്യ ചെയ്തു. അതുപോലെ ഇപ്പൊ കഴിഞ്ഞ മാസത്തിലാണെങ്കിൽ 1-2 സ്കൂളുകളിൽ, കൊച്ചിയിലെ പ്രമുഖ സ്കൂളിൽ എന്താണ്, ഒരു കുട്ടി ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന്
സൂയിസൈഡ് ചെയ്തു. അപ്പോൾ അതിന്റെ പിന്നിലും പറയുക കാരണങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ കുട്ടീന്റെ പേരന്റ് തന്നെ വെളിപ്പെടുത്തിയതാണ് എന്ത്, അവിടെ വ്യക്തമായ ബോഡി ഷെയ്മിങ്ങും ബുള്ളിങ്ങും സൈബർ ബുള്ളിങ്ങും ഒക്കെ നടന്നിട്ടുണ്ട് എന്ന് ആ കുട്ടിയുടെ മദർ പ്രിൻസിപ്പലിന്, ആ സ്കൂളിലെ പ്രിൻസിപ്പലിനൊക്കെ അയച്ച കത്തിൽ വ്യക്തമായിട്ട് വന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കഴിഞ്ഞ മാസത്തിൽ, ഇപ്പൊ ഈ വീക്കിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇനിയിപ്പോ അത് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയുകയൊന്നും വേണ്ട. ഒരു 23 വയസ്സുകാരൻ ചുറ്റിക വച്ച് സ്വന്തം കുടുംബത്തിലെ 6 പേരെ ആക്രമിച്ചത്, അതിൽ 5 പേര് മരിച്ചു. അതുപോലെ ആ ഒരു സംഭവം, അതൊക്കെ എത്ര വലിയ ഭീകരമായ ഒരു അവസ്ഥയാണല്ലേ നമ്മുടെ സമൂഹത്തിലെ. അതുപോലെ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച മറ്റൊരു ഇൻസിഡന്റ് ആയിരുന്നു റാഗിങ്, കോട്ടയത്ത് അല്ലെ, നഴ്സിംഗ് കോളേജില്. അവിടെയും എന്താ പറയാ, പ്രൈവറ്റ് പാർട്ടില് കോമ്പസ് വെച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയും അതോടൊപ്പം ടോയ്ലറ്റിലൊക്കെ വാഷ് ചെയ്യുന്ന ലോഷൻ ഒഴിക്കുകയും ചെയ്യും. എത്ര വലിയ ക്രൂരകൃത്യങ്ങളാണ് നമ്മുടെ ഈ മക്കളൊക്കെ ചെയ്തു കൂട്ടുന്നത്. അതുപോലെ പിന്നെ കേട്ടതാണ് ലഹരിയുടെ സ്വാധീനത്തെ പറ്റി. ചോക്ലേറ്റ്സില് ലഹരി ഉണ്ട്, അത് പല സ്ഥലത്തു നിന്നും കണ്ടുപിടിച്ചു. കുട്ടികൾക്ക് കിട്ടിയ ചോക്ലേറ്റില് ഉണ്ടായിരുന്നു, കുഞ്ഞുറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ വന്ന ന്യൂസാണ്. നമുക്കിങ്ങ് ന്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്രൈമുകളും ഇങ്ങനെയുള്ള സെക്സുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ എത്രയോ വാർത്തകളാണ് നമ്മൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾക്ക് ഇതിൻ്റെയൊക്കെ മുന്നിലുള്ള ഒരു ചോദ്യം, എന്ത് പറ്റി നമ്മുടെ മക്കൾക്ക് എന്നതാണ് ശരിക്കും ഒരു ക്വസ്റ്റ്യൻ. എന്ത് പറ്റി നമ്മുടെ മക്കൾക്ക് എന്നുള്ളതാണ്. അപ്പോ എന്താണ് ശരിക്കും അതിനെപ്പറ്റി ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത, ഇന്ന് ഒരു ദിവസം ഇരുന്ന് ചർച്ച ചെയ്താലും തീരില്ല. പക്ഷെ നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരുന്നതിന് വേണ്ടി മുമ്പ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ, നമ്മൾ മലയാളികളുടെയൊക്കെ ഒരു പൊതുവായ ഒരു സ്വഭാവമാണ് അതായത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ ആഴ്ചയിൽ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും പ്രതികരണവും ഭയങ്കര വാർത്തകളും അങ്ങനെ എല്ലാം ഒരാഴ്ചയിൽ ഭയങ്കരമായിട്ട് വരും. അത് കഴിഞ്ഞ് ആ ഒരാഴ്ച തീർന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു സംഭവം നടക്കുമ്പോഴേക്കും അതിന്റെ പുറകില് നമ്മൾ പോവും. ശരിക്കും അങ്ങനെയാണോ വേണ്ടത്? ഒരു പ്രശ്നങ്ങൾ നടന്നു കഴിയുമ്പോൾ മാത്രമാണോ ആക്ച്വലി നമ്മൾ പ്രതികരിക്കേണ്ടത്? അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രയത്നിക്കേണ്ടത്, അതിന്റെ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഒരു സംഭവങ്ങളോ പീഡനങ്ങളാണെങ്കിലും കൊലപാതകങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ, അത് സംഭവം നടന്നതിന് ശേഷമല്ല. ഈ ലഹരിയുടെ സ്വാധീനമൊക്കെ ഇപ്പോഴൊന്നും അല്ല നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സ്കൂളുകളിലും ഉണ്ടായിരുന്നത്, ഇത് പണ്ട് മുതലേ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അതിന് ഇപ്പൊ എന്തുകൊണ്ടോ ഇങ്ങനെയൊക്കെ കേസുകൾ വന്നപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അതിന് വേണ്ടി പ്രയത്നിക്കുന്നു എന്ന് മാത്രം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഇത് അടുത്ത കേസ് വരുമ്പോൾ അതങ്ങട് മാഞ്ഞു പോകും. അതാണ് നമ്മുടെ ഒരു പ്രസന്റ് സിറ്റുവേഷൻ. അങ്ങനെയൊന്നും അല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ സമൂഹത്തിൽ നടക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, സാഹചര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് വിംബിൾ അക്കാദമി ഒരു വർഷം മുമ്പ് കോംപ്രിഹെൻസീവ് സെക്ഷ്വാലിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന അതായത് സമഗ്ര ലൈംഗികതാ വിദ്യാഭ്യാസം കുട്ടികൾക്കും പേരൻസിനും ടീച്ചേഴ്സിനും അതുപോലെ മറ്റെല്ലാവർക്കും കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചത്. ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഫ്രീ വെബിനാറുകളും അതുപോലെ കോഴ്സസും നമ്മൾ വിംബിൾ അക്കാദമി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യമാണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സെക്ഷ്വാലിറ്റി എഡ്യൂക്കേഷൻ. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ക്ലാസ്സുകളിലും പറയാറുള്ളതാണ് കോംപ്രിഹെൻസീവ് സെക്ഷ്വാലിറ്റി എഡ്യൂക്കേഷൻ എന്താണ് എന്നൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ. കാരണം ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ടേമാണ് സെക്സ് എഡ്യൂക്കേഷൻ എന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും CSE എന്താണെന്ന്. സമഗ്ര ലൈംഗികതാ വിദ്യാഭ്യാസമാണ്. നിങ്ങൾ എൻ്റെ ക്ലാസ് മുമ്പ് കേട്ടിട്ടുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും അറിയാമായിരിക്കും. പക്ഷെ എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, CSE എന്ന് പറയുന്നത് ലൈംഗികതയെ പറ്റിയുള്ള പഠനം മാത്രമല്ല. അതായത് മുമ്പ് നമ്മൾ പറഞ്ഞ പ്രശ്നങ്ങൾ, അതായത് ബോഡി ഷെയ്മിങ്, ബുള്ളിങ്, അതുപോലെ കൗമാരത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങൾ, അതായത് സ്വകാര്യത, അതായത് ബൗണ്ടറിയെ കുറിച്ചിട്ട്, അതുപോലെ കൺസെന്റിനെ കുറിച്ചിട്ട്, ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ച്, അങ്ങനെ അതെങ്ങനെ തിരിച്ചറിയാം, എങ്ങനെ തടയാം എന്നതിനെ കുറിച്ച്, ഇതെല്ലാം
പറയുന്ന അതിന്റെ നിയമ നടപടികളെ കുറിച്ച് അങ്ങനെ ഇതൊക്കെ ഉള്ള അതെങ്ങനെ നിയമ നടപടികൾ വന്നാൽ എങ്ങനെ അത് കുട്ടികളെ നിയമ നടപടി സ്വീകരിക്കാനും ഒക്കെ കുട്ടികളെ പ്രാപ്തരാക്കുന്നത്, ഇതെല്ലാം പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ. അതുപോലെ റീപ്രൊഡക്റ്റീവ്, ഉറപ്പായിട്ടും അതിനകത്ത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ പറ്റി, അതുപോലെ മെൻസ്ട്രേഷനെ പറ്റി, മാസ്റ്റർബേഷനെ പറ്റി, അങ്ങനെ ഒരുപാട് വിവിധ ഇനം ടോപ്പിക്കുകളെ പറ്റി നമ്മൾ അതിനകത്ത് CSE പറയുന്നത്. എന്തിനേറെ പറയുന്നു, ഒരു രണ്ടുപേര് തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെ പറ്റി പോലും, അതുപോലെ എങ്ങനെ നല്ല ഒരു ഡിസിഷൻ എടുക്കാം എന്നതിനെ പറ്റിയൊക്കെ നമ്മൾ എങ്ങനെ നന്നായിട്ടൊന്ന് വഴക്ക് കൂടാം എന്നത് പോലും, ഹെൽത്തി ആയിട്ട് വഴക്ക് കൂടാം എന്നതിനെ പറ്റി പോലും പറയുന്ന ഒരു കാര്യമാണ് ഈ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്നത്. അപ്പൊ ഞാൻ ഇതിനെ പറ്റി ഇത്രയും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ, ലൈംഗികതയെ കുറിച്ച് മാത്രം പറയുന്ന ഒരു കാര്യമാണ് CSE എന്ന് പറയുന്നത് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറട്ടെ എന്ന് കരുതിയാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ഏറ്റവും ഈ അടുത്ത കാലത്തെ ഏറ്റവും ബുദ്ധിമുട്ടിപ്പിച്ച കുറച്ച് സംഭവങ്ങളാണ്, അതായത് ചൈൽഡ് സെക്ഷൽ അബ്യൂസ്, കുട്ടികളോടുള്ള പീഡനം. ഒരു പക്ഷേ ഒരു പരിധി വരെയെങ്കിലും എന്താണ്, മാതാപിതാക്കളും ടീച്ചേഴ്സും അധ്യാപകരും ഒക്കെ നമ്മൾ ഒന്ന് ഒത്തൊരുമിച്ച് ശ്രമിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് പരിശ്രമിച്ചിരുന്നെങ്കിൽ, അവർക്ക് എന്താണ് എന്ന കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഒരു പരിധി വരെയെങ്കിലും നമ്മുടെ കുട്ടികളെയൊക്കെ ഈ അബ്യൂസുകളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിച്ചേനെ. അപ്പോൾ അത് ഈ എന്താ സുരക്ഷിതമായ സ്പർശവും അല്ലാത്തതും ഒക്കെ, അതുപോലെ ഇങ്ങനെയുള്ള ലൈംഗികമായ എങ്ങനെ പീഡനങ്ങളെ പറ്റി ഒക്കെ നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യം. എങ്ങനെ അതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാം എന്നതിനൊക്കെ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതുപോലെ എന്തൊക്കെ പ്രിവെൻഷനെ നമുക്ക് ഈ കുട്ടികളോടുള്ള പീഡനത്തിന്, ചൈൽഡ് സെക്ഷൽ അബ്യൂസിനെതിരെ എടുക്കാം എന്നതൊക്കെ, നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നതൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് പ്രിവെന്റ് ചെയ്യാൻ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കുഞ്ഞു ടോപ്പിക്കാണ് സേഫ് ടച്ച് ആൻഡ് അൺസേഫ് ടച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എല്ലാവരും കേട്ടിട്ടില്ലേ സേഫ് ടച്ച് ആൻഡ് അൺസേഫ് ടച്ച് എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ പോട്ടെ, ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടോ? അതിന്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടില്ലേ? നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലേ? ഒരു വീഡിയോ എങ്കിലും കാണാത്തവരാരെങ്കിലും ഉണ്ടോ? യെസ്, എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കാണാത്തവരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് ഈ വീഡിയോ കണ്ടത് ഒരു 7 വർഷം മുമ്പാണേ. അതായത് ഫിലിം ആക്ടർ നിവിൻ പോളി ഇല്ലേ, നിവിൻ പോളി ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് അതിനു ചുറ്റും കുറെ കുട്ടികളെ വെച്ചിരുന്ന്, കുട്ടികളെ നിങ്ങൾക്ക് ഗുഡ് ടച്ച് എന്താണ്, ബാഡ് ടച്ച് എന്താണ് എന്നറിയോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒരു 7 വർഷം മുമ്പാണ് ഞാൻ ആ വീഡിയോ കാണുന്നത്. അപ്പോൾ അന്ന് കണ്ടപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. കാരണം പറഞ്ഞാൽ ഇത് ശരിക്കും നമ്മുടെ സമൂഹത്തിൽ വേണ്ട ഒരു കാര്യമായിരുന്നു, ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്താണെന്ന് കുട്ടികളെ മനസ്സിലാക്കുക എന്നുള്ളത്. കുട്ടികളെ മാത്രമല്ല വലിയവരെയും മനസ്സിലാക്കിക്കുക എന്നുള്ളത്. അപ്പോൾ എൻ്റെയൊക്കെ ഒരു ജനറേഷൻ പറയുകയാണെ എങ്കിൽ ഒരു 90s കാലഘട്ടത്തിൽ സ്കൂളുകളിൽ പോയ കുട്ടി എന്ന നിലയിൽ അന്നൊന്നും ഇങ്ങനെയൊന്നും ആരും ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നൊന്നും ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അതായത് ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ബാഡ് ആയിട്ടുള്ള ടച്ചുകൾ ബസ്സിലെ ആളുകളൊക്കെ നമ്മളെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ട്രോമ ഇപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നമുക്കൊരു ഉത്സവത്തിന് അമ്പലപ്പറമ്പിൽ ഒരു ഉത്സവത്തിന് പോയാ, അതുപോലെ എന്താ പറയാ പള്ളിപ്പറമ്പില് അങ്ങനെയൊക്കെ പള്ളിയിലെ പെരുന്നാളിന് പോയാ, അല്ലെങ്കിൽ 10 ആള് കൂടുന്ന ഒരു സ്ഥലത്ത് പോയാ, തിരക്കുള്ള ഒരു സ്ഥലത്ത് പോയാ, ഒരു ഹോസ്പിറ്റലിൽ പോയാൽ, എന്തിനേറെ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ പോലും അവിടെ ആളില്ലാത്തവർക്ക് സ്ഥലത്ത് വെച്ച് അബ്യൂസ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ബാഡ് ആയിട്ടുള്ള ടച്ച് നേരിടേണ്ടി വരാറുണ്ട് നമ്മുടെ പെൺകുട്ടികൾക്ക്. അപ്പോൾ നമ്മുടെ ജനറേഷൻ, എൻ്റെയൊക്കെ ജനറേഷനിൽ പ്രത്യേകിച്ചും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ എനിക്ക് ഉറപ്പായിട്ടും ഭയങ്കര ഇങ്ങനെയുള്ള ഒരു കാര്യം പുതിയ കാലഘട്ടത്തിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു.
പക്ഷെ ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒരു തെറ്റായ കോൺസെപ്റ്റ് ആണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് അന്നത്തെ കാലത്ത് വെച്ച് ഉറപ്പായിട്ടും നല്ലൊരു കോൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ കാലം മാറി, കാലം പുരോഗമിച്ചപ്പോൾ അത് എന്തോ കുട്ടികളെ അത് സെക്ഷുവലി ഹെൽത്തി ആക്കില്ല, ആ ഒരു കോൺസെപ്റ്റ് മാത്രം കൊണ്ട് സെക്ഷുവലി ഹെൽത്തി ആക്കില്ല എന്നൊരു തോട്ട്സും വന്നു. ഇത് ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നത് ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയി മാറി. അപ്പോൾ അതിന് പകരം നമ്മൾ എന്താണ് ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് അതിന് പകരം നമ്മൾ എന്താണ് പറയേണ്ടത്? സേഫ് ടച്ച് ആൻഡ് അൺസേഫ് ടച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സേഫ് ടച്ച് ആൻഡ് അൺസേഫ് ടച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗുഡ് ടച്ച് ബാഡ് ടച്ച് അത് പോരാ എന്ന് പറയാനുണ്ടായ കാര്യം 1-2 കാര്യങ്ങളുണ്ട്. അതായത് ഈ പൊതുവെ ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് വീഡിയോയിൽ എന്താ പറയുന്നത്, സാധാരണ നമ്മുടെ സ്വിമ്മിങ് സ്യൂട്ട് ഇട്ട് കവർ ചെയ്യുന്ന ഭാഗം, അതായത് പ്രൈവറ്റ് പാർട്ടുള്ള ഭാഗങ്ങൾ, അങ്ങനെയുള്ള ബോഡി പാർട്ടിൽ ആരെങ്കിലും പ്രൈവറ്റ് പാർട്ടുകളിൽ ആരെങ്കിലും നമ്മളെ ടച്ച് ചെയ്താൽ അത് എന്താണ്, ബാഡ് ആയിട്ടുള്ള ടച്ചാണ്. അതുപോലെ എന്താണ്, അപ്പൊ ബാക്കി ടച്ച് ഒക്കെ ഗുഡ് ആണല്ലേ. അത് സ്വിമ്മിങ് സ്യൂട്ട് ഇട്ട് കവർ ചെയ്യുന്ന ഭാഗത്ത് അത് തൊട്ട ബാഡ്, അല്ലാത്ത കൈകളിലോ അല്ലെങ്കിൽ തലയിലോ മറ്റു ഭാഗങ്ങളിലോ തൊട്ട ഗുഡ് എന്നൊരു തോട്ടാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് അത് ആ ഒരു കോൺസെപ്റ്റ് ആണ് തെറ്റാന്ന് പറയുന്നത്. അതായത് അത് എന്തുകൊണ്ടാണ്, അതായത് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പറയുന്നത്, കണക്കുകൾ പറയുന്നത് എന്താണ്, ശരിക്കും ഈ ബാഡ് ടച്ച് ഗുഡ് ടച്ച്, ഈ ബാഡ് ടച്ച് ഒക്കെ സംഭവിക്കുന്നത് ശരിക്കും ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് നമ്മളുടെ ഏറ്റവും അടുത്ത ഫാമിലി റിലേറ്റീവ്സിൽ നിന്നോ അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ടിൽ നിന്നോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നോ അങ്ങനെയൊക്കെയാണ് ഈ ബാഡ് ആയിട്ടുള്ള ടച്ചുകൾ കൂടുതലുമായിട്ടും അല്ലെങ്കിൽ പീഡനങ്ങൾ കൂടുതലായിട്ട് നടക്കുന്ന, അബ്യൂസുകൾ കൂടുതലായിട്ട് നടക്കുന്നത് ഇങ്ങനെയുള്ളവരിൽ നിന്നാണ് എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. പക്ഷേ ഇപ്പോ നമ്മൾ ഏറ്റവും അടുത്ത ബന്ധുക്കളാണെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണെങ്കിൽ, ഈ കുട്ടിയുടെ പേരന്റിന്റെ സുഹൃത്താണെങ്കിൽ അല്ലെങ്കിൽ ക്ലോസ് ഫാമിലി റിലേറ്റീവ് ആണെങ്കിൽ ഒരിക്കലും ചാടിക്കേറിയൊന്നും ഈ ബാഡ് ആയിട്ടുള്ള ടച്ച് അവർ ചെയ്യുമോ? ആദ്യമേ തന്നെ പോയി ബാഡ് ആയിട്ട് നമ്മുടെ പ്രൈവറ്റ് പാർട്ടിലൊക്കെ അവർ വന്ന് പിടിക്കുമോ? കാരണം എന്തുകൊണ്ടാ, നമ്മുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ് ആണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചാടിക്കേറിയൊന്നും അവർ ചെയ്യില്ല. അവരെന്ത് ചെയ്യും, അവര് കുറച്ച് ഒരു നല്ലൊരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഈ കുട്ടിയായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ഒക്കെയാണ് എന്ത് അവര് ആദ്യമേ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ റിലേഷൻഷിപ്പ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറേ നല്ല സ്നേഹപ്രകടനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പൊ ആദ്യമേ കയറി എന്താണ്, ടച്ച് ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. അപ്പോ നമ്മൾ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, അത്രയും ഈ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ടച്ച് സംഭവിക്കുന്നത് വരെ ഈ കുട്ടി വെയിറ്റ് ചെയ്യേണ്ടി വരില്ലേ? അങ്ങനെ അത്രയും നേരം വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്? അത് മനസ്സ് ഈ ബാഡ് ആയിട്ടാണ്, എൻ്റെ ഈ വ്യക്തി എന്നോട് ബാഡ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ അത്രയും ടൈമൊന്നും ആക്ച്വലി വേണ്ടി വരില്ല. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ടച്ച് സംഭവിക്കുന്നത് ആക്ച്വലി പ്രൈവറ്റ് പാർട്ടിൽ ആയിക്കൊള്ളണമെന്നൊന്നും ഇല്ല, ശരിയല്ലേ? അല്ലാത്ത ഭാഗങ്ങളിലും ഈ ടച്ച് സംഭവിക്കാം. ഒന്നല്ലെങ്കിൽ കഴുത്തിലോ അല്ലെങ്കിൽ മുഖത്തോ ഒക്കെ നമ്മുടെ ടച്ച് സംഭവിക്കും. ഈ ടച്ച് സംഭവിക്കുമ്പോൾ അത് ബാഡാണോ ഗുഡാണോ എന്ന് കുട്ടികൾക്ക് ആകെ കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ഒരു കാര്യമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹലോ. മനസ്സിലാവുന്നുണ്ട് മാഡം. ഓക്കെ സർ. അപ്പൊ അതായത് ഈ ഗുഡ് ബാഡ് എന്ന് വേർതിരിവ് എന്താണ്, പലപ്പോഴും എന്താണ്, ശരീരത്തില് എവിടെ സ്പർശിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് മാത്രമാണ് ഈ ഗുഡ് ബാഡ് എന്ന് നിർവചിക്കുന്നത്. പക്ഷെ അവിടെ എന്താണ്, കുട്ടികളുടെ ചിന്തകൾക്കോ അല്ലെങ്കിൽ അവരുടെ ഒരു വികാരങ്ങൾക്കോ അവിടെ ഒരു പ്രാധാന്യം ഈ ഗുഡ് ബാഡ് ടച്ച് എന്ന് പറയുമ്പോൾ അവിടെ ആക്ച്വലി ഇല്ല. അതേസമയം എന്താണ്, കുട്ടിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, ഒരാൾ നമ്മളെ ടച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരാൾ അടുത്ത് വരുമ്പോഴോ കുട്ടികൾക്ക് എന്താണ് ആക്ച്വലി ഫീൽ ചെയ്യുന്നത്
എന്നതിനാണ് ശരിക്കും എന്ത് പറയുന്നത്, ഈ സുരക്ഷിതം, സേഫ് എന്ന് പറയുന്നത്. നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതാണ് സുരക്ഷിതമായ സ്പർശനവും സുരക്ഷിതമല്ലാത്ത സ്പർശനവും എന്ന പ്രയോഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പൊതുവിൽ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറയുമെങ്കിലും ശരിയായ പ്രയോഗം എന്താണ്? സേഫ് ടച്ച് ആൻഡ് അൺസേഫ് ടച്ച് എന്നാണ്. ഏറ്റവും അതായത് മികച്ച എല്ലാ ലൈംഗിക വിദ്യാഭ്യാസ പരിപാടികളിലും ഇപ്പോൾ ഈ സേഫ് ടച്ച് ആൻഡ് അൺസേഫ് ടച്ച് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മൾ പറയുകയാണ്, നമ്മുടെ കുട്ടിക്ക് ആ സമയത്ത് ഒരു ബാഡായിട്ടുള്ള ടച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരാൾ അടുത്ത് വരുമ്പോഴോ എന്ത് ഫീൽ ചെയ്യുന്നു എന്നതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. എന്ത്? ഈ സേഫ് ആൻഡ് അൺസേഫ് ടച്ചിലൂടെ. അപ്പോൾ സുരക്ഷിതമായ സ്പർശനം എന്താണ്, അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത സ്പർശനം എന്താണെന്ന് ഇങ്ങനെ ഫീലിങ്ങിലൂടെ കിട്ടുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഒരാള് എവിടെ സ്പർശിക്കുന്നു എന്നതിലുപരി ആ കുട്ടിക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എന്നതിനാണ് ഈ സേഫ് ടച്ചിലും അൺസേഫ് ടച്ചിലും കൂടുതൽ പ്രാധാന്യം. ഇപ്പൊ നമുക്കറിയാലോ, മോശം ഉദ്ദേശത്തോടു കൂടി ഒരാൾക്ക് നമ്മുടെ കയ്യിലോ കാലിലോ അല്ലെങ്കിൽ തലയിലോ ഒക്കെ സ്പർശിക്കാൻ പാടില്ലേ? ശരിയല്ലേ? പ്രൈവറ്റ് പാർട്ടിൽ തന്നെ മോശം ഉദ്ദേശത്തോടു കൂടി സ്പർശിച്ചോളണമെന്നുണ്ടോ? മോശം ഉദ്ദേശത്തോടു കൂടി ഒരാൾക്ക് നമ്മുടെ മുഖത്ത് സ്പർശിക്കാൻ പാടില്ലേ? കയ്യിൽ സ്പർശിക്കാൻ പാടില്ലേ? തെറ്റായ ഒരു ഉദ്ദേശത്തോടു കൂടി. യെസ്, അതെ, നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് സ്പർശിക്കാനായിട്ട് സാധിക്കും. അപ്പോ അങ്ങനെ ഒരു സ്പർശനം കുട്ടികൾക്ക് വരുമ്പോ അത് സേഫ് ആണോ അൺസേഫ് ആണോ എന്ന് കുട്ടികൾക്ക് ചുരുക്കി പറഞ്ഞാൽ മനസ്സിലാവണം. അത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞുള്ള കാര്യം. അതായത് പിന്നെ എന്താണ്, നമ്മുടെ ലൈംഗിക അവയവങ്ങളുടെ ഒക്കെ ഒരു പ്രത്യേകത മൂലം സ്പർശനം കുട്ടികൾക്ക് അവിടെയുള്ള ഈ ലൈംഗിക ഭാഗത്ത് പ്രൈവറ്റ് പാർട്ടിലെ സ്പർശനം ചിലപ്പോഴൊക്കെ ഒരു സുഖകരമായിട്ട്, ഒരു ഫീൽ ഗുഡായിട്ട് തോന്നും. അപ്പോ അത്തരം സ്പർശനങ്ങളെ എന്താണ് തെറ്റിദ്ധരിക്കാനോ ആശയക്കുഴപ്പത്തിലാവാനോ ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. അതൊരു റീസൺ ആണ് ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നത് മാറ്റി സേഫ് അൺസേഫ് എന്നതിലേക്ക് വരാനുള്ള ഒരു റീസൺ അതാണ്. പിന്നെ സുരക്ഷിതവും അല്ലാത്തതുമായ സ്പർശനങ്ങളെ കുറിച്ച് പറയാൻ നമുക്ക് എളുപ്പമാണ്. ഈ ഗുഡ് ബാഡ് എന്നതിലുപരി സേഫ് അൺസേഫ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് സേഫ് ടച്ച് അൺസേഫ് ടച്ച് ആണ് കൂടുതൽ നല്ലത് എന്ന് പറയാനുള്ള കാരണം. അപ്പൊ നമുക്ക് ഒന്ന് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ സഹിതം ഒന്ന് നോക്കാം എങ്ങനെയാണ് ഈ സുരക്ഷിതമായ സ്പർശനം എന്ന് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ പേരൻസ് നമ്മുടെ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിക്കുന്നത്, അതുപോലെ ഉമ്മം കൊടുക്കുന്നത്, അതുപോലെ നമ്മൾ കുട്ടികൾ തിരിച്ച് പേരൻസിനെ കെട്ടിപ്പിടിക്കുന്നത്, ഇതൊക്കെ എന്ത് സേഫ് ആണോ അൺസേഫ് ആണോ? എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? അത് ശരിക്കും ഒരു ഹലോ, അതൊരു സേഫ് ആയിട്ടുള്ള ടച്ച് അല്ലേ ആക്ച്വലി? അതുപോലെ നമ്മുടെ സിബ്ലിങ്സ്, സഹോദരങ്ങൾ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നത്, അതുപോലെ എന്താണ് മുത്തശ്ശനും ഗ്രാൻഡ് പേരൻസ് കുട്ടികളെ കെട്ടിപ്പിടിക്കുന്നത്, അല്ലെങ്കിൽ കുറെ കാലത്തിന് ശേഷം കെട്ടിപ്പിടിക്കുന്നത്, അതൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു സേഫ് ആയിട്ടുള്ള ടച്ച് ആണ് എന്ന് നമുക്ക് മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. അതുപോലെ ഒരുപാട് കാലത്തിന് ശേഷം പെട്ടെന്നൊരു സുഹൃത്തുക്കള് തമ്മിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത്, അവര് തമ്മിൽ പരസ്പരം കൺസെന്റോട് കൂടി കെട്ടിപ്പിടിക്കുന്നതൊക്കെ എന്താണ്? അതും ഒരു സേഫ് ആയിട്ടുള്ള ടച്ചാണ്. അതുപോലെ പിന്നെന്താണ്, ഒരു അപകടമോ അല്ലെങ്കിൽ ഒരു രോഗമോ ഒക്കെ വരുമ്പോൾ ഡോക്ടർമാരോ നേഴ്സുമാരോ ഒക്കെ നമ്മുടെ മാതാപിതാക്കളുടെ സാന്നിധ്യത്തില് അവരുടെ അനുവാദം വാങ്ങിച്ചതിന് ശേഷം കുട്ടികളെ പരിശോധിക്കുന്നു. അതും എന്താണ്? ഒരു സേഫ് ആയിട്ടുള്ള ടച്ചിന് ഉദാഹരണമായിട്ട് നമ്മുടെ കുട്ടികളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ കൂടി എന്താണ്
കുട്ടിക്കാലം മുതൽക്കേ കുട്ടികളുടെ ശരീരത്തിൽ സ്പർശിക്കുന്നതിന് മുമ്പ് എന്താണ്, മാതാപിതാക്കളാണെങ്കിലും ആരാണെങ്കിലും, സുഹൃത്തുക്കളാണെങ്കിലും ആരാണെങ്കിലും എന്ത് ചോദിച്ചിരിക്കണം? അനുവാദം ചോദിച്ചിരിക്കണം, കൺസെന്റ് ചോദിച്ചിരിക്കണം. കുട്ടികൾക്ക് കൂടുതൽ എന്താണ്, അത് ആത്മവിശ്വാസവും അതുപോലെ തന്നെയാണ് തൻ്റെ ശരീരത്തിന്റെ ഉത്തരവാദി, അല്ലെങ്കിൽ തൻ്റെ ശരീരത്തിന്റെ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഓട്ടോണമി, ബോഡിയുടെ ഓട്ടോണമി എനിക്ക് തന്നെയാണ് എന്നൊരു തോന്നൽ ഉണ്ടാവാനുള്ള നല്ല ബോധ്യം വളരാനായിട്ട് കുട്ടികൾക്ക് അത് സഹായിക്കും എന്നത്. അപ്പോൾ അത് കുട്ടികൾക്ക് വേഗം മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ അതുപോലെ തന്നെ സഹോദരങ്ങള്, കസിൻസ്, കൂട്ടുകാര്, അങ്ങനെ ആരുമാവട്ടെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുമ്പോൾ സ്പർശിക്കുകയോ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും സ്പർശിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് ഒരു കൺസെന്റ് വാങ്ങാനും അത് അല്ലെങ്കിൽ അനുവാദം ചോദിക്കാനുള്ള ഒരു ശീലം നമ്മുടെ കുട്ടികളിൽ നമ്മൾ വളർത്തിയെടുക്കുന്നതും ആക്ച്വലി നല്ലതാണ്. അപ്പോൾ ഈ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ അല്ലെ ഇതിൽ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ഈ കൺസെന്റ് ചോദിക്കുക എന്നുള്ളത്. അതായത് ചെറിയ കുട്ടികൾക്ക് മുതലേ, ചെറുപ്പത്തിൽ മുതലേ നമ്മൾ കുട്ടികൾക്ക് കൺസെന്റ് ചോദിക്കാനും അതുപോലെ ബൗണ്ടറി എന്താണോ എന്നൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളത് എന്താണ്, ആര് സ്പർശിക്കുന്നു അല്ലെങ്കിൽ എവിടെ സ്പർശിക്കുന്നു എന്നതിലുപരി എന്താണ്, നമുക്ക് കുട്ടികൾക്ക് എന്ത് തോന്നുന്നു എന്നതിലാണ് എന്ത് പ്രാധാന്യം ഇരിക്കണേ. അല്ലാതെ അവര് കയ്യിലാണോ ടച്ച് ചെയ്തേ, പ്രൈവറ്റ് പാർട്ടിലാണോ ടച്ച് ചെയ്തേ, തലയിലാണോ ടച്ച് ചെയ്തേ, അങ്ങനെയൊന്നും അല്ല ആക്ച്വലി. അതായത് എവിടെ ടച്ച് ചെയ്താലും അതിപ്പോ ആരും ആവട്ടെ, ഒരു പക്ഷെ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ കസിൻസ് ആവട്ടെ, ആരും ആവട്ടെ, നമ്മളെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തോന്നുന്നു, എന്ത് ഫീല് ചെയ്യുന്നു എന്നതിലാണ് അവിടെ പ്രാധാന്യം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഗുഡ് ടച്ച്. അപ്പൊ ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറയുമ്പോൾ ഒരിക്കലും അവിടെ ഒരു ഫീലിന് പ്രാധാന്യമില്ല. പക്ഷെ ഒന്ന് ആലോചിക്കുക, സേഫ് ടച്ച്, അൺസേഫ് ടച്ച് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു ഫീൽ ഉണ്ട് അല്ലെ. അതിനകത്ത് സേഫ്, ഒരാൾ അടുത്ത് വന്നിരിക്കുന്നത്, ഒരു പക്ഷെ വരുന്ന ആള് ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഇരിക്കുന്ന ഉണ്ടാവുള്ളൂ, പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യും അത് സേഫ് അൺസേഫ് ആണോ സേഫ് ആണോ എന്ന് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് സേഫ് ടച്ചിന്റെ ഉദാഹരണ സഹിതം നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നത്. സേഫ് ടച്ച്, അൺസേഫ് ടച്ച് എന്ന് മാത്രം നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നു. ഇനി സുരക്ഷിതമല്ലാത്ത സ്പർശനങ്ങൾക്ക് ഉദാഹരണം നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തൂടെ? അപ്പോ എന്തൊക്കെയായിരിക്കും? എങ്ങനെ പറഞ്ഞു കൊടുക്കാം? നമുക്ക് കുട്ടികളോട് പറയുക, നമുക്ക് സുരക്ഷിതത്വം തോന്നാത്ത സ്പർശനം, അത് എന്തുമാവട്ടെ, അതായത് അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം തോന്നാത്ത, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, നമ്മളെ അസ്വസ്ഥരാക്കുന്ന, ഒരാൾ അടുത്ത് വരുമ്പോൾ നമ്മളെ അസ്വസ്ഥരാക്കുന്ന അല്ലെങ്കിൽ വേദന ഉളവാക്കുന്ന സ്പർശം, ഇങ്ങനെയുള്ള ഒരു ടച്ചുകളൊക്കെ ഉണ്ടല്ലോ, സ്പർശനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെയാണ് എന്ത് പറയുന്നത്, സുരക്ഷിതമല്ലാത്ത സ്പർശനങ്ങൾ എന്ന് പറയുന്നത്. അത് സ്വകാര്യ ഭാഗങ്ങളിലാകാം, അല്ല എവിടെ വേണമെങ്കിലും ആവാം. ഇപ്പൊ സ്വകാര്യ ഭാഗങ്ങളിൽ മാത്രം ആയിക്കൊള്ളണമെന്നില്ല നമ്മൾ വേദന ഉളവാക്കുന്നത്. നമുക്ക് എവിടെ, നമ്മുടെ ശരീരത്തിൽ എവിടെ ആവട്ടെ അവിടെ നമുക്ക് എന്താണ് ഫീൽ ചെയ്യണ, എന്താണ് നമുക്ക് വേദന ഉളവാക്കുന്നതാണെങ്കിൽ അത് എങ്ങനെ അനുഭവപ്പെടുന്നു എന്നതിനാണ് അവിടെ ശരിക്കും പ്രാധാന്യമുള്ളത്. മുമ്പ് പറഞ്ഞതുപോലെ കുട്ടിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, വേദനയാണോ അല്ലെങ്കിൽ അസ്വസ്ഥതയാണോ, എന്താണ് കുട്ടിക്ക് ഫീൽ ചെയ്യുന്നത്, അത് എന്താണ് സുരക്ഷിതമല്ലാത്ത സ്പർശനങ്ങളാണെന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഇവിടെ ഒരു വിശദീകരണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. എന്താണ്, നമ്മൾ ആരോഗ്യ രംഗത്ത് നമ്മൾ എന്തെങ്കിലും സേവനങ്ങൾ തേടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസുകൾ വരുമ്പോൾ എന്താണ് സ്പർശനങ്ങൾ വരുമ്പോൾ, അപ്പോൾ ഡോക്ടേഴ്സോ നേഴ്സൊക്കെ സ്പർശിക്കേണ്ട വരുമല്ലോ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ. അപ്പോൾ ഒരു പക്ഷെ പരിക്കു പറ്റിയിട്ടാവാം നമ്മൾ അവിടെ ചെല്ലുന്നത്, അപ്പോൾ വേദന ഉളവാക്കുന്നതല്ലേ. ആ വേദന ഉളവാക്കുന്നതാണെങ്കിൽ കൂടെ അതെന്താണ്, അത് നമ്മൾ പേരൻസിന്റെ സാന്നിധ്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിശോധനകൾ, അങ്ങനെയുള്ള ചികിത്സകൾ
അതൊക്കെ എന്താണ് വേദന ഉളവാക്കുന്നതാണെങ്കിൽ കൂടി സുരക്ഷിതമാണ് എന്ന് നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ആരോഗ്യ പ്രവർത്തകരും ശ്രദ്ധിക്കേണ്ട ഇതിനകത്തൊരു കാര്യമുണ്ട്. എന്ത്? ഒരു കുട്ടികളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവരുടെ ഒരു പ്രൈവറ്റ് പാർട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്പർശിക്കുമ്പോൾ എന്താണ്, കൺസെന്റ് ചോദിക്കുക. കുട്ടികളോട് അവരോട് ഇതേ ഞാൻ ഇപ്പൊ ഇവിടെ ഇന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്യുവാണ് കേട്ടോ എന്ന് അവര് പറഞ്ഞ് അവരുടെ ഒരു കൺസെന്റ് മേടിക്കുക. അതുപോലെ പേരൻസിനോടും കൺസെന്റ് ചോദിച്ച്, അങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്രൈവറ്റ് പാർട്ടുകളിലൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ആരോഗ്യ പ്രവർത്തകരും അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളതാണ്. അതെന്താണ്? അങ്ങനെയൊക്കെ ആരോഗ്യ പ്രവർത്തകന്, ഇപ്പൊ നേഴ്സ് ആവട്ടെ ഡോക്ടർ ആവട്ടെ, ഞാനിത് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ, ഇത് ഇവിടെ ഇത് ക്ലീൻ ചെയ്താലല്ലേ ഇത് നമ്മൾക്ക് വേഗം മാറുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞതിന് ഒരു കൺസെന്റോട് കൂടി ചെയ്യുകയാണെങ്കിൽ എന്താണ്, കുട്ടികൾക്ക് അതൊരു കോൺഫിഡൻസും ആത്മവിശ്വാസം അതൊക്കെ കിട്ടുകയും ചെയ്യും. അത് തന്നെയല്ല നമ്മളില്, ഇപ്പൊ ആരോഗ്യ പ്രവർത്തകരിലാവട്ടെ, നമ്മളിൽ വലിയ മുതിർന്നവരിൽ ആരും ആവട്ടെ, നമ്മൾക്കും ഇങ്ങനെയുള്ള മറ്റുള്ളവരുടെ കൺസെന്റോട് കൂടിയാണ് അവരുടെ ശരീരത്തിൽ സ്പർശിക്കാവുള്ളൂ. അങ്ങനെ ഒരു ശീലം നമ്മളിലും വളരും. അത് നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് ചോദിച്ചും ഒക്കെയാണ് അങ്ങനെ ഒരു ശീലം വളരുള്ളൂ. അപ്പോ ഇങ്ങനെയോ ഇതൊക്കെ സുരക്ഷിതമല്ലാത്ത സ്പർശനങ്ങളെ പറ്റി പറയുമ്പോൾ ഈ ഒരു കാര്യം കൂടി എടുത്ത് നമ്മൾ കുട്ടികളോട് പറയണം. അതുപോലെ പിന്നെന്താണ്, സുരക്ഷിതമല്ലാത്ത സ്പർശനങ്ങൾക്ക് വേറെയും കുറെ ഉദാഹരണങ്ങൾ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അതായത് ഈ ചികിത്സയല്ലാതെ ബന്ധപ്പെട്ട് പിന്നെ പറയുമ്പോൾ എന്താണ്, വേദന ഉണ്ടാക്കുന്ന സ്പർശനങ്ങൾ എന്ന് പറയുമ്പോൾ, അതായത് ആരെങ്കിലും നമ്മുടെ ശരീരത്തിൽ സ്പർശിച്ചതിന് ശേഷം അതിനെപ്പറ്റി ആരോടും പറയരുത് കേട്ടോ. ഇത് രഹസ്യമാക്കി, നമ്മുടെ ശരീരത്തിൽ ഒരാൾ സ്പർശിച്ചു, അതിനുശേഷം എന്താണ്, ഇത് രഹസ്യമാക്കി വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് സുരക്ഷിതമായ സ്പർശനമാണോ? അല്ല. അതുപോലെ നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ തൊടുന്ന ഇഷ്ടമല്ലാത്ത ഏത് ഭാഗങ്ങളിലോ ആവട്ടെ, അവിടെ സ്പർശിക്കുന്നത് എന്താണ്, സുരക്ഷിതമല്ലാത്ത സ്പർശനമാണ്, അൺസേഫ് ആയിട്ടുള്ള സ്പർശനമാണ്. അതുപോലെ തന്നെ വേറെ എന്താണ്, നമുക്ക് അസ്വസ്ഥത ഉളവാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പേടി, കുട്ടികൾക്ക് പേടി തോന്നുന്ന സ്പർശനങ്ങൾ എന്തുമാവട്ടെ അതും എന്താണ്, സുരക്ഷിതമല്ലാത്ത സ്പർശനങ്ങളാണ്. അതുപോലെ ഒരു വ്യക്തി വ്യക്തിയുടെ ശരീരത്തില് ആ കുട്ടികളെ കൊണ്ട് ടച്ച് ചെയ്യിപ്പിക്കുന്നത്, ഇപ്പൊ കുട്ടിയുടെ ശരീരത്തിൽ തന്നെ ടച്ച് ചെയ്തോളണമെന്നില്ല, അപ്പൊ നമ്മുടെ ശരീരത്തിൽ കുട്ടിയെ കൊണ്ട് ടച്ച് ചെയ്യിപ്പിക്കുന്നത് അതും സുരക്ഷിതമല്ലാത്ത സ്പർശനമാണ്. അതുപോലെ നമ്മുടെ കുട്ടിയുടെ ശരീരത്തിൽ സ്പർശിച്ചതിന് ശേഷം അല്ലെങ്കിൽ കുട്ടിയെ കൊണ്ട് സ്പർശിച്ചതിന് ശേഷം തൊടിച്ചതിന് ശേഷം പറയുകയാണ്, ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ നിന്നെ ഉപദ്രവിക്കും അല്ലെങ്കിൽ നിന്നെ ശരിയാക്കും, നിന്നെ ഞാൻ വേദനിപ്പിക്കും എന്ന് പറയുന്നതോ, ഇതൊക്കെ സുരക്ഷിതമല്ലാത്ത സ്പർശനങ്ങളാണ്. അപ്പൊ നമ്മൾ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വീണ്ടും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, ഇങ്ങനെ ഒരു സാഹചര്യത്തിലൊക്കെ പെട്ടാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതായത് കുട്ടികൾക്ക് പലപ്പോഴും ഇങ്ങനെ തോന്നും, ഞാൻ എന്തെങ്കിലും മോശമായിട്ട് ചെയ്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഞാനൊരു മോശം വ്യക്തി ആയത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ശരിക്കും കുട്ടികൾ കരുതും. അവരുടെ പ്രായം കുഞ്ഞല്ലേ, അപ്പൊ അവർക്ക് ഉറപ്പായിട്ടും അങ്ങനെ തോന്നും. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇത് ആരോടും പറയാൻ മടിയായിരിക്കും. അപ്പോ അങ്ങനെയല്ല, കുട്ടി തെറ്റായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, നമ്മളോട് മോശമായിട്ട് പെരുമാറുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തില് തെറ്റ് ചെയ്തത് എന്ന് നമ്മൾ കുട്ടികളോട് പറഞ്ഞ്, തെറ്റായ കാര്യം ചെയ്തത് അവരാണ്, മക്കളല്ല എന്നുള്ളത് നമ്മൾ നമ്മുടെ കുട്ടികളോട് പറയണം. പിന്നെ നമുക്ക് കുട്ടികളോട് പറയാവുന്ന എന്താണ്, അവരെ പറ്റി ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്തി, നീ എന്തിനാ അങ്ങോട്ട് പോയത്, അതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്, നിന്നോട് പോകരുതെന്ന് പറഞ്ഞതല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള സംഭാഷണങ്ങളും ഉണ്ടാവാൻ പാടില്ല. അവർക്ക് എന്ത് ആവശ്യമായ പിന്തുണയും ആ സമയത്ത് നമ്മൾ കുട്ടികൾക്ക് ഉറപ്പാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ കുട്ടികള് വീട്ടില് വന്ന് പറയുമ്പോ അവരെ കുറ്റപ്പെടുത്തുന്നതിനോടൊപ്പം കുറ്റപ്പെടുത്താതിരിക്കുന്നതിനോടൊപ്പം ആവശ്യമായ ഒരു പിന്തുണയും സ്നേഹവും ഒക്കെ നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെന്താണ്,
അങ്ങനെയുള്ള കുട്ടികൾ വീട്ടിൽ വന്ന് എന്ത് കാര്യവും നമ്മളോട് ഓപ്പണായിട്ട് പറയാനുള്ള ഒരു അന്തരീക്ഷവും നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്ത് കാര്യം ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിൽ ഓപ്പണായിട്ട് കുട്ടികൾക്ക് പറയാനുള്ള ഒരു അന്തരീക്ഷം കൂടി നമ്മൾ നമ്മുടെ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ശരീരം അത് നമ്മുടെ സ്വന്തമാണ്. അതിന്റെ പൂർണ്ണമായിട്ടുള്ള അവകാശവും നിയന്ത്രണവും ഒക്കെ ആർക്കാണുള്ളത്? നമ്മൾക്കാണ്, കുട്ടികൾക്ക് തന്നെയാണ് അതുള്ളത് എന്ന് നമ്മൾ കുട്ടികൾക്ക് അതും നമ്മൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ആര് നമ്മുടെ ശരീരത്തിൽ സ്പർശിച്ചാലും അത് അടുത്ത കുടുംബാംഗങ്ങളായിക്കോട്ടെ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളായിക്കോട്ടെ എങ്കിൽ കൂടിയും നോ, അങ്ങനെ ചെയ്യരുത്, വേണ്ട എന്ന് ഉറക്കെ പറയാനുള്ള അവകാശവും അധികാരവും എന്താണ് കുട്ടികൾക്കുണ്ട് എന്ന് നമ്മൾ വ്യക്തമായിട്ട് കുട്ടികളോട് പറഞ്ഞിരിക്കണം. എൻ്റെ ശരീരത്തിൽ എൻ്റെ കൺസെന്റ് ഇല്ലാതെ തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് ഉറപ്പായിട്ടും നമുക്ക് പറയാനായിട്ട്, നമ്മുടെ കുട്ടികൾക്ക് പറയാനായിട്ട് പറ്റണം. അങ്ങനെ അത് നമ്മൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതാണ്. പിന്നെന്താണ്, നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ആരെങ്കിലും നമ്മുടെ ശരീരത്തിൽ സ്പർശിച്ചാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ്? നോ എന്ന് ഉറക്കെ നമ്മൾ പറയും, അല്ലെങ്കിൽ ഉറക്കെ ഒച്ചയ്ക്ക് ശബ്ദം ഉണ്ടാക്കുകയും എന്നിട്ട് അവിടെ നിന്ന് ഏറ്റവും വേഗത്തില് അവിടെ നിന്ന് ഓടി നമ്മൾ അവിടെ നിന്ന് മാറി എസ്കേപ്പ് ആവുകയും അതോടൊപ്പം നമ്മളോട്, നമ്മുടെ മുതിർന്നവരോട് വന്ന് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് പറയാനും നമ്മൾ അത് കുട്ടികളെ പ്രാപ്തരാക്കണം. അതിന് വേണ്ടിയിട്ട് എന്നെ തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല, എന്നെ തൊടരുത് എന്ന് ഉറക്കെ പറയാൻ നമ്മുടെ കുട്ടികൾക്ക് പറ്റണം. അങ്ങനെ സ്പർശിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് നമ്മുടെ പേരൻസിന്റെ അടുത്തോ അല്ലെങ്കിൽ മുതിർന്നവരുടെ അടുത്തോ ഒക്കെ പോവാനോ, അല്ലെങ്കിൽ മുതിർന്നവരെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ട്രസ്റ്റഡ് അഡൽട്ട് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ടീച്ചേഴ്സ്, അല്ലെങ്കിൽ മാതാപിതാക്കൾ, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ്, ആരുമാവും. നമ്മൾ പേരൻസ് ആണ് അത് നമ്മുടെ കുട്ടികളുടെ ട്രസ്റ്റഡ് അഡൽട്ട് ആരാണെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? നമ്മൾ പേരൻസ് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യങ്ങളിൽ നമ്മുടെ കുട്ടികൾ പെട്ടുപോയാൽ എന്താണ്, മറ്റുള്ളവരെ സഹായത്തിന് വിളിക്കാനായിട്ട് നമ്മൾ മടിക്കരുത് എന്നും നമ്മൾക്ക് പറയുവാനായിട്ട് സാധിക്കണം. നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ നമ്മൾ ഉറപ്പായിട്ടും പറഞ്ഞു കൊടുക്കണം. പിന്നെന്താണ്, നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ നമ്മളെ ആരെങ്കിലും സ്പർശിച്ച വിശ്വാസമുള്ളവരോടായിരിക്കണം നമ്മൾ പറയേണ്ടത്. അതായത് ട്രസ്റ്റഡ് അഡൽട്ട് അവരോടായിരിക്കണം. നമ്മൾ ഓടിപ്പോയി വേറെ ആളുകളോടല്ല. ഇനിയിപ്പോ വേറെ ട്രസ്റ്റഡ് അഡൽട്ട് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് അവിടെ നിൽക്കുന്ന കുറെ ആളുകൾ, കൂടിയ ആളുകൾ നിൽക്കുന്നവരുടെ അടുത്ത് പോയി പറയാം. അപ്പോ അങ്ങനെ പറയാനായിട്ടൊരു മടി കാണിക്കരുത് എന്ന് നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ മക്കളോട് പറയണം. അതുപോലെ ഈ വീട്ടിൽ പറയരുത് എന്ന് പറയില്ലേ, അൺസേഫ് ആയിട്ട് ടച്ച് ചെയ്തു എന്നിട്ട് വീട്ടിൽ വന്ന് പറയരുത് എന്ന് അങ്ങനെ പറയുന്ന ആളുകളെ കുറിച്ചും ഉറപ്പായിട്ടും മുതിർന്നവരോട് നമ്മൾ പറഞ്ഞിരിക്കണം എന്നും കുട്ടികളെ നമുക്ക് ഓർമ്മിപ്പിക്കാം. പിന്നെന്താണ്, ഇങ്ങനെ ചില സമയങ്ങളിൽ എന്താണ്, ഇങ്ങനെയൊക്കെ ഉള്ള സംഭവം നടന്നു കഴിഞ്ഞിട്ട് പറയും, നിന്റെ അച്ഛനെയോ അമ്മേനെ ഉപദ്രവിക്കും, ഇങ്ങനെയൊക്കെ നീ ഇതൊക്കെ വീട്ടിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അച്ഛനെ ശരിയാക്കും അല്ലെങ്കിൽ അമ്മേനെ ശരിയാക്കും എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊന്നും അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ അച്ഛനെ അമ്മേനെ അങ്ങ് പെട്ടെന്ന് ഓടി വന്ന് ശരിയാക്കാനൊന്നും സാധിക്കില്ല. നമുക്ക് നിയമമുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും മോശ അനുഭവം ഉണ്ടായാൽ അത് രഹസ്യമാക്കി വെക്കാതെ വിശ്വാസമുള്ള മുതിർന്നവരോട് നമ്മൾ പറയാനൊക്കെ കുട്ടികളോട് പറയുക. അതിന് നമുക്ക് നമ്മുടെ നാട്ടിലെ നിയമങ്ങളുണ്ട് എന്ന് ഒക്കെ നമ്മൾ നമ്മുടെ കുട്ടികളോട് പറയാം. അങ്ങനെ പല രീതിയിൽ അൺസേഫ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട്. പിന്നെ പിന്നെ വേറെ കുട്ടികളോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമാണ്, ഈ സ്പർശനം എന്ന് പറഞ്ഞ സംഭവം മാത്രമൊന്നും അല്ല ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ചില ടൈപ്പ് പെരുമാറ്റങ്ങൾ, ചില ടൈപ്പ് ബിഹേവിയർ, അതൊക്കെ സുരക്ഷിതമല്ലാത്തത്, അൺസേഫ് ആയിട്ടുള്ള ബിഹേവിയറും ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നുണ്ടാവാം എന്നും നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതായത് അതിന് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ കുട്ടികളുടെ മുന്നിൽ വെച്ച്
എന്താണ് വസ്ത്രം മാറുക, ഡ്രസ്സ് മാറ്റി കാണിക്കുക, അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ കാണിക്കുക. അതുപോലെ എന്താണ് നമ്മുടെ അനുവാദം കൂടാതെ നമ്മുടെ ചിത്രങ്ങൾ പകർത്തുക, നമ്മുടെ ഫോട്ടോ എടുക്കുക. അതുപോലെ മറ്റൊരാളുടെ സ്വകാര്യ ഭാഗങ്ങളോ ചിത്രങ്ങളോ ഒക്കെ എടുത്തിട്ട് നമ്മുടെ കുട്ടികളെ തന്നെ കാണിച്ചു കൊടുക്കുക. അതുപോലെ കുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളുടെ ചിത്രങ്ങൾ എടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള ബിഹേവിയറും ഈ അൺസേഫ് ടച്ച് അല്ലെങ്കിൽ അൺസേഫ് ബിഹേവിയർ ആയിട്ട് കാണിക്കും എന്നൊക്കെ നമ്മുടെ കുട്ടികളോട് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ അനുവാദം കൂടാതെ നമ്മുടെ ചിത്രങ്ങൾ പകർത്തുന്നത് അതൊക്കെ തെറ്റാണ്. മറ്റൊരാളുടെ സ്വകാര്യ ഭാഗങ്ങളുടെ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ നമ്മുടെ കുട്ടികളെ കാണിക്കുന്നതും കുട്ടികൾ അത് കാണുന്നതും തെറ്റാണ് എന്നെല്ലാം നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ സുരക്ഷിതമല്ലാത്ത സ്പർശനങ്ങൾ, അതായത് അൺസേഫ് ആയിട്ടുള്ള ടച്ചിനൊപ്പം നമ്മൾ പറയേണ്ടത് അൺസേഫ് ആയിട്ടുള്ള ബിഹേവിയറിനെ കുറിച്ചും നമ്മൾ നമ്മുടെ മക്കളോട് തീർച്ചയായിട്ടും സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത്തരം അവസരത്തിലൂടെയൊക്കെ കടന്നു പോയാൽ എന്താണ്, നിയമ നടപടി സ്വീകരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ മാതാപിതാക്കളും അറിഞ്ഞിരിക്കണം. അതുപോലെ കുട്ടികളെയും പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ കുട്ടികൾ ഇങ്ങനെ ഒരു അൺസേഫ് ആയിട്ടുള്ള ടച്ച് ഒക്കെ സംഭവിച്ച കുട്ടികൾക്ക് സൈക്കോളജിസ്റ്റുകാരുടെയോ ഒക്കെ എന്താണ് ആരോഗ്യ വിദഗ്ധരുടെയോ ഒക്കെ സേവനം ചിലപ്പോൾ അവരൊരു ട്രോമയിലേക്കൊക്കെ അൺസേഫ് ആയിട്ടുള്ള ഒരു ടച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ നമ്മൾ ഉപകാരപ്പെടുത്തണം. എന്താണ് പറയുക, നമ്മുടെ കുട്ടികളുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ വളർച്ചയിൽ എന്താണ് നമ്മൾ ശ്രദ്ധ വയ്ക്കുന്നതിനൊപ്പം അവരുടെ എന്താണ് ശാരീരിക വളർച്ചയോടൊപ്പം മാനസിക വളർച്ചയ്ക്കും അല്ലെങ്കിൽ വൈകാരികമായ വളർച്ചയ്ക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ കുട്ടികളുടെ ശരീരത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും മനസ്സിലാക്കാനും തൻ്റെ ശരീരം തൻ്റെ സ്വന്തമാണ്, അങ്ങനെ അതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ലൈംഗികതാ വിദ്യാഭ്യാസത്തിൽ പറയേണ്ടതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഈ സേഫ് ടച്ച് ആൻഡ് അൺസേഫ് ടച്ച് എന്ന് പറയുന്ന ടോപ്പിക്. ഒരു കുഞ്ഞു ടോപ്പിക്കാണ്, ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, ഏറ്റവും സിമ്പിൾ ആയിട്ട് പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായോ ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് മാറി സേഫ് ടച്ച് അൺസേഫ് ടച്ച് എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. മാം പറഞ്ഞപ്പോഴാണ് അതിനെ കുറിച്ച് ആലോചിച്ചത്. ശരിക്കും നമ്മളെല്ലാവരും എന്താണ് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ അതെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും എൻ്റെ ഒന്നും 90s കാലഘട്ടത്തിൽ സ്കൂളിലൊന്നും ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ആർക്കും അറിയുമില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം ഇത് വന്നപ്പോൾ ഉറപ്പായിട്ടും എന്താണ് നല്ല ഒരു കോൺസെപ്റ്റ് തന്നെയായിരുന്നു ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നത്. പക്ഷെ എന്താണ് കാലം മാറുന്നതിനനുസരിച്ച് അത് ഔട്ട്ഡേറ്റഡ് ആയി. അപ്പൊ കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ളത് നമുക്ക് ഫീലിനാണ്, ടച്ചിനേക്കാൾ കൂടുതൽ എന്താണ് ഫീലിനാണ് കൂടുതൽ ഇവിടെ. ഈ സേഫ് എന്ന ഒരു ഫീലിനാണ് അല്ലേ കൂടുതൽ ഈ ടച്ച് പറയുമ്പോൾ അതിനകത്ത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്താണ്, ഫീലിനാണ്. ശരിക്കും എവിടെ ശരീരത്തിൽ എവിടെ സ്പർശിക്കുന്നു എന്നതിനെ ആശ്രയിച്ചല്ല, എന്താണ് നമ്മുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും ഒരു പ്രാധാന്യം കിട്ടണം. സേഫ് ടച്ച് അൺസേഫ് ടച്ച് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ശരീരത്തിൽ എവിടെ സ്പർശിക്കുന്നു എന്നതിനെ പറ്റി മാത്രമേ അവിടെ പറയുന്നുള്ളൂ. സേഫ് അൺസേഫ് ടച്ച് ബിഹേവിയർ എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മുടെ വികാരത്തിനും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്കും ഒക്കെ അവിടെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ എന്താണ് അതുപോലെ മോശം ഉദ്ദേശത്തോടു കൂടി ആളുകൾക്ക് നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മാത്രമല്ല സ്പർശിക്കാൻ പറ്റുന്നത്. മോശം ഉദ്ദേശത്തോടു കൂടി അടുത്ത് വന്നിരുന്നുകൂടെ ഒരാൾക്ക്?
ശരിയല്ല? ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ അടുത്ത് വന്ന ഒരാൾക്ക് ഇരിക്കാൻ പാടില്ലേ മോശം ഉദ്ദേശത്തോടു കൂടി? പക്ഷെ അവിടെ ഒരു ടച്ച് സംഭവിച്ചിട്ടില്ല. അപ്പോ എന്താ പറയാ, അപ്പൊ അത് ഒരു അൺസേഫ് ബിഹേവിയർ ആണ്. അതിപ്പോ ഒരു ഫീല് കിട്ടണം മക്കൾക്ക്. ആ ഫീൽ എന്താണെന്ന് മനസ്സിലാക്കി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇപ്പോ പണ്ട് കാലത്തൊന്നും കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ടച്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, അതൊന്ന് ഓപ്പൺ ആയിട്ട് പറയാൻ പോലും പറ്റാതിരുന്ന ഒരു കാലമാണ്. അതെന്താ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും നമുക്കൊരു സപ്പോർട്ട് തരുമോ? ഒരു ബസ്സിലാണെങ്കിൽ തന്നെ ഒരു സംഭവം നടന്നു മുമ്പൊന്നും ഇപ്പൊ ഒരു പെൺകുട്ടി ഇതിനെപ്പറ്റി ഒന്ന് പറയാൻ ശ്രമിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, എന്താടോ താൻ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ആ വ്യക്തിയോട് ഒന്ന് ബഹളം ഉണ്ടാക്കാൻ ശ്രമിച്ച അവിടെ ഇരിക്കുന്ന ഒരു ലേഡി പോലും ഒരു സപ്പോർട്ട്, എന്താ നിങ്ങൾ ആ കൊച്ചിനെ കാണിച്ചേന്ന് പണ്ട് കാലത്തൊന്നും ആരും എന്റെ കാര്യം നോക്കി അങ്ങനെ ബസ്സിൽ ഇരിക്കുകയുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ആയിരിക്കാം നമ്മളെ അന്നൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളൊക്കെ വന്നു. ഇതൊക്കെ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അൺസേഫ് ആയിട്ടുള്ള ഒരു ടച്ചോ അല്ലെങ്കിൽ അൺസേഫ് ആയിട്ടുള്ള ഒരു ബിഹേവിയറോ ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്പോട്ടില് എന്താണ് അവര് പ്രതികരിക്കും. അവർക്കറിയാം. എന്തുകൊണ്ടാ? അവർക്കറിയാം അൺസേഫ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചാൽ ഞാൻ അവിടെ എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെ പെരുമാറണം, ഉറക്കെ നോ പറയണം, അവിടെ നിന്ന് മാറിപ്പോകണം, പിന്നെ പേരൻസിനെ ഇൻഫോം ചെയ്യണം, അല്ലെങ്കിൽ ട്രസ്റ്റഡ് അഡൽറ്റിനെ ഇൻഫോം ചെയ്യണം എന്ന് നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്താലല്ലേ ഇതൊക്കെ നമുക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടാവുള്ളൂ. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് അതൊക്കെ ചെയ്യാനുള്ള ധൈര്യം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് ഒരു കുഞ്ഞു ടോപ്പിക്കാണ്, പക്ഷെ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇനി നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഗുഡ് ടച്ച്, ബാഡ് ടച്ച് എന്നത് മാറ്റി സേഫ് ടച്ച് ആൻഡ് അൺസേഫ് ടച്ച് എന്നതിനെ പറ്റി പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇപ്പൊ സേഫ് ടച്ചും അൺസേഫ് ടച്ചും മാത്രമല്ല, നമ്മൾ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷനിൽ ഒരുപാട് ടോപ്പിക്സുകൾ നമ്മൾ സാധാരണ കവർ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി പ്രയോജനം? ശരിക്കും നമ്മുടെ കുട്ടികൾക്ക് മറ്റൊരാളെ ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് മറ്റൊരാളെ ബുള്ളിങ് ചെയ്യാൻ തോന്നില്ല. നമ്മുടെ കുട്ടികളെ ബുള്ളിങ് ചെയ്യണത് കൂടാതെ അത് മാത്രമല്ല, നമുക്ക് മറ്റൊരാളെ ബുള്ളിങ് ചെയ്യാനോ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവരുടെ ബോഡി ഷെയ്മിങ് നടത്താനോ ഒന്നും സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒന്നും നമുക്ക് പറ്റില്ല. അതൊക്കെ എന്താണ് അവർക്ക് അവർക്ക് അങ്ങനെ ഒരാളെ ബുള്ളി ചെയ്യാനോ ബോഡി ഷെയ്മിങ്. ഇപ്പൊ ഈ ബോഡി ഷെയ്മിങ് ഒക്കെ നമ്മുടെ സ്കൂളുകളിൽ എത്രമാത്രം നടക്കുന്നുണ്ടെന്നറിയോ? ഇപ്പൊ എനിക്ക് 3 കുട്ടികളുള്ളതാ. അപ്പൊ എൻ്റെ 2 കുട്ടികളും എപ്പോഴും വന്ന് പറയാറുള്ള ഒരു കാര്യമാണ് ബോഡി ഷെയ്മിങ്ങിനെ പറ്റി. അതായത് ഒരാള് നല്ല എൻ്റെ ഫാമിലിയെ പറ്റി പറയുകയാണ്. എൻ്റെ മോള് അത്യാവശ്യം നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ അവള് അത്യാവശ്യം കളർ കുറഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോ എൻ്റെ മോള് പറയാറുണ്ട്, എന്ത് ബുള്ളിങ് അല്ലെങ്കിൽ എന്ത് ബോഡി ഷെയ്മിങ് ആണെന്നറിയോ, ഇങ്ങനെ നല്ല വെളുത്ത കുട്ടികളോട് അല്ലെങ്കിൽ അങ്ങനെ അവര് കളിയാക്കും, കറുത്ത കുട്ടികളെ കളിയാക്കും, അങ്ങനെ ഇങ്ങനെ വട്ടപ്പേരൊക്കെ വെച്ച് വിളിച്ച് കളിയാക്കില്ലേ, അങ്ങനെയൊക്കെ ചെയ്യും സ്കൂളുകളിൽ എന്ന് എൻ്റെ മോള് പറയാറുണ്ട്. എൻ്റെ മോനെ സംബന്ധിച്ച് പറയുകയാണ്, എൻ്റെ മോന് പൊക്കം കുറവാ. അപ്പോ അവനും പറയാറുണ്ട്, അവനെയും കളിയാക്കുന്നത്. അപ്പൊ കൂട്ടത്തിൽ നിന്ന് മാറ്റി, നിനക്ക് ഇച്ചിരി ഹൈറ്റ് കുറവല്ലേ, നീ അങ്ങ് മാറി. അപ്പൊ അവന് ഭയങ്കര ഇഷ്ടമാണ് ഫുട്ബോൾ. അപ്പോൾ ഫുട്ബോൾ കളിക്കാൻ നേരം അവന് ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവനെ കൂട്ടത്തില്ല. ഹൈറ്റുള്ള ഒക്കെ കുട്ടി, ഇവനാണെങ്കിൽ ഫുട്ബോൾ എന്ന് പറഞ്ഞ ജീവനാണ്. അപ്പോൾ ഫുട്ബോൾ കളിക്കാൻ നേരത്ത് അവിടെ ഒരു ബോഡി ഷെയ്മിങ് അങ്ങനെ നടക്കും. അപ്പൊ ഈ മക്കൾ ഇതൊക്കെ വന്ന് പറയാറുണ്ട്. അപ്പൊ ഈ സ്കൂളുകളിൽ ഇതൊക്കെ സ്ഥിരമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ബോഡി ഷെയ്മിങ്ങിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ എന്നെയൊക്കെ ഒരുപാട് ബോഡി ഷെയ്മിങ് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. മീൻസ് എന്നെയൊക്കെ കറുമ്പി എന്നായിരുന്നു എന്നെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് കുഞ്ഞുനാളിലെ. അപ്പോൾ എനിക്കൊക്കെ എത്ര ഒരു മാനസികമായ വിഷമോ അന്ന് കാലത്ത്. ഇന്നിപ്പോ കറുത്തിരുന്നാലോ അല്ലെങ്കിൽ അതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല. പക്ഷെ അന്ന് കാലത്ത് എത്രമാത്രം മാനസിക സമ്മർദ്ദം ആ ചെറിയ മനസ്സിലൊക്കെ അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോ
ബോഡി ഷെയ്മിങ് ചെയ്യാതിരിക്കാനും ബുള്ളിങ് ചെയ്യാതിരിക്കാനും, ഇതൊക്കെ നമ്മുടെ കുട്ടികൾ ചെയ്യാതിരിക്കാനും നമ്മുടെ കുട്ടികളെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യണം എന്ന് മനസ്സിലാക്കാനും ഒക്കെ CSE പഠിച്ചാൽ ഉപകരിക്കും. അതുപോലെ അതുമാത്രമല്ല നമ്മുടെ പ്രൈവറ്റ് പാർട്ടുകളെ പറ്റി അതാത് പ്രായത്തിൽ എന്തൊക്കെ പറയണം എന്നതിനെ പറ്റിയൊക്കെ നമുക്ക് CSEയിൽ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷനിലൂടെ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും, മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ എന്താ പറയാ, റീപ്രൊഡക്റ്റ് എങ്ങനെ കുഞ്ഞുങ്ങള്, ഏറ്റവും അതിനകത്ത് രസകരമായ കാര്യം എന്ന് പറയുന്നത് എങ്ങനെ കുഞ്ഞുണ്ടാകുന്നു എന്ന് മനോഹരമായിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് പോലും, അതായത് LKG UKG പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും എങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതുപോലെ ജനിച്ച കുട്ടികളെ മുതൽ നമുക്ക് കൺസെന്റ് പഠിപ്പിക്കാനും ബൗണ്ടറി പഠിക്കുക. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞ ആളുകൾ നമ്മളെ ട്രോളും, പിന്നെ ജനിച്ച കൊച്ചുങ്ങളെ കൺസെന്റ് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ബൗണ്ടറി പഠിപ്പിക്കുന്നു അതൊക്കെ പറയും. പക്ഷെ അങ്ങനെയുള്ള കമന്റ്സുകളൊക്കെ വരും. പക്ഷെ ഇതൊക്കെ നമുക്ക് പറ്റും. അപ്പൊ ഇതൊക്കെ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ ചെയ്ത് നോക്കിയാലല്ലേ അറിയുള്ളൂ. ഇപ്പൊ ഒരു പരിധി വരെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ മക്കൾക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ചെറിയ പ്രായത്തിൽ കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയും, ഏറ്റവും കുഞ്ഞൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പേരൻസ് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കാറിലേക്ക് ഭക്ഷണം കഴിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കവറുകൾ ഒക്കെ വലിച്ച് റോഡിലേക്ക് ഇട്ട് നമ്മളത് ചെയ്യുമ്പോൾ അതല്ലേ നമ്മുടെ മക്കൾ കാണുന്നത്, അതല്ലേ നമ്മുടെ മക്കള് റിപ്പീറ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു ചോക്ലേറ്റിന്റെ കവറ് പുറത്തേക്ക് ഇടുന്ന കുട്ടിയെ ഒരു പേരന്റ് പറയുകയാണ്, മോനെ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു പഠിപ്പിച്ചാൽ ഉറപ്പായിട്ടും പിന്നെ അവരത് ചെയ്യില്ല. ചിലപ്പോൾ ഒരു പ്രാവശ്യം ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ 2 പ്രാവശ്യം ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ 2 3 പ്രാവശ്യം ചെയ്യുമായിരിക്കും. 4ാമത്തെ പ്രാവശ്യം അത് പറയുമ്പോൾ പിന്നെ നമ്മുടെ മക്കൾ അത് ചെയ്യില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മക്കൾക്ക് നമ്മൾ ചെറിയ പ്രായത്തിലേ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പീഡനങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇപ്പോൾ ബുള്ളിയിങ്ങോ അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ്ങോ ഒക്കെ നമുക്ക് തടയുവാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ അതിനകത്ത് CSEയിലെ ഒരു പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, കൺസെന്റും ബൗണ്ടറിയും. മറ്റൊരാളുടെ ശരീരത്തിൽ ടച്ച് ചെയ്യാൻ എന്താണ് കൺസെന്റ്, സമ്മതം ആവശ്യമാണ് എന്നൊരു ബോധം കുഞ്ഞുനാളിലേ കിട്ടിയ ഒരു കുട്ടിയും എന്താണ് മറ്റൊരാളുടെ സമ്മതമില്ലാതെ മറ്റൊരാളുടെ ബോഡിയിൽ തൊടില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് CSEയിലൂടെ പഠിക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ഓരോരുത്തരും CSE കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ പഠിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും നമ്മുടെ മക്കളെ ലൈംഗിക വിദ്യാഭ്യാസമുള്ളവരാക്കി വളർത്തുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇതിനകത്ത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാവായോ എന്തെങ്കിലും ഉണ്ടോ? ഒരു ഡൗട്ട് ഉണ്ട്. അതായത് ഇവർക്ക് അറിയില്ല യൂസ് ചെയ്യപ്പെടാന്ന്, അപ്പൊ ഇവർക്ക് അത് ഫീൽ ഗുഡ് ആണ് കിട്ടിയതെങ്കിലോ? ഫീൽ ഗുഡ് മീൻസ് ഒരു എക്സാമ്പിൾ സഹിതം പറയുന്നു. അതായത് ഇപ്പോ ഒരു കേസ് വന്നു, അപ്പൊ അവർക്ക് ഇങ്ങനെ പേടിച്ചിട്ട് ചോദിച്ചതാണ്. അതായത് പിന്നെ ഇങ്ങനെ കുട്ടികൾക്ക് വേംസിന്റെ ശല്യം ഉണ്ടാവുമല്ലോ, അപ്പൊ ഇങ്ങനെ രാത്രിയൊക്കെ ഇങ്ങനെ അവർക്ക് ഇങ്ങനെ അവിടെ ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കും. അപ്പൊ അമ്മ ഇങ്ങനെ ചൊറിഞ്ഞു കൊടുത്തവരിങ്ങനെ ചൊറിഞ്ഞു കൊടുത്ത കുട്ടികൾ അവര് നിർത്തിയപ്പം ആ കുട്ടി പറഞ്ഞു അത്രേ, അമ്മ നല്ല സുഖമുണ്ട്, ഇനിയും ചെയ്യുന്നു. അപ്പൊ ഞാൻ ഈ ഒരു കാര്യം ഇപ്പൊ ഇത്തിരി മുമ്പ് പറഞ്ഞു. അതായത് നമ്മുടെ ലൈംഗിക അവയവങ്ങളുടെ പ്രത്യേകത മൂലം എന്താണ് നമ്മുടെ ലൈംഗിക അവയവങ്ങളുടെ പ്രത്യേകത മൂലം അവിടെയുള്ള സ്പർശനം കുട്ടികൾക്ക് സുഖകരമായിട്ട് തോന്നാം. അങ്ങനെ കുട്ടികൾ അത് തെറ്റിദ്ധരിക്കാം. അതൊരു ഗുഡ് ടച്ച് ആണ് എന്ന് തെറ്റിദ്ധരിക്കാം. അപ്പോൾ നമ്മൾ എന്താണ് അവിടെ പറഞ്ഞ് മനസ്സിലാക്കുക? അപ്പൊ അങ്ങനെയുള്ള ആശയക്കുഴപ്പം ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ കുട്ടികൾക്ക് സേഫ് ടച്ച് എന്താണ്, അൺസേഫ് ടച്ച് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അത് സേഫ് അല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് സേഫ് അല്ല. അത് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അവിടെ ചൊറിഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ പക്ഷെ അത് എന്താണ്, അങ്ങനെയുള്ള ടച്ചുകൾ പുറമേ ഉള്ള ആര് ചെയ്താലും അത് സേഫ് അല്ല എന്ന് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം.
അപ്പൊ അങ്ങനെ ഒരു ചാൻസ് അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറയരുതെന്ന് പറയാനുള്ള ഒരു റീസണിൽ ഒന്ന് അതാണ്. അതായത് അപ്പോ ഇപ്പൊ ഒരു സേഫ് അല്ല, ഇപ്പൊ കുട്ടികൾക്ക് അത് ഫീൽ ചെയ്തു എന്നുള്ളത് ശരിയാണ്. അതെന്താണ്, നമ്മുടെ അവിടുത്തെ ലൈംഗിക അവയവങ്ങളുടെ പ്രത്യേകത മൂലമാണ് നമുക്ക് അവിടെ അങ്ങനെ തോന്നിയത്. അങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിലാവാനുള്ള ഒരു സാധ്യത അവിടെ ഓൾറെഡി ഉണ്ട്, അത് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ അത് തിരുത്തി കൊടുക്കണം. മാതാപിതാക്കൾ ഉറപ്പായിട്ടും അങ്ങനെ ഒരു ഫീൽ ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ. അതുപോലെ ഈ കുഞ്ഞുങ്ങള് ഇപ്പൊ ഒരു 3, 4, 5 വയസ്സൊക്കെ ഉള്ള കുട്ടികളെ ഇപ്പൊ TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പൊ ഈ കുഞ്ഞുങ്ങള് പീനിസില് പിടിക്കും. കുഞ്ഞുങ്ങളൊക്കെ പീനിസിൽ പിടിക്കുക, അല്ലെങ്കിൽ അവരുടെ പാൻറ്റീസിന്റെ ഉള്ളിലൂടെ കൈയിട്ടൊക്കെ ഇങ്ങനെ എന്തെങ്കിലും. അപ്പൊ അത് എന്തുകൊണ്ടാണ് അവർക്കൊരു സുഖകരമായ ഒരു അവസ്ഥ അവിടെ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? അങ്ങനെ ഒരു കുഞ്ഞിന് അങ്ങനെ എന്തെങ്കിലും ഒരു ചെക്ക് ചെയ്യണം, കുഞ്ഞിന്റെ പീനിസ് ഒന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ കുഞ്ഞിന്റെ പീനിസിൽ ഒന്ന് തൊടണമെങ്കിൽ കുഞ്ഞെന്താണ്, അത് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്തിരുന്ന് ചെയ്യരുത്. അത് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്തിരുന്ന് ചെയ്യരുത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് അത് കുഞ്ഞിന്റെ പേഴ്സണൽ സ്പേസിൽ വെച്ചാണ് അത് ചെയ്യേണ്ടത് എന്നും നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ ഒരു പറഞ്ഞു കൊടുത്താൽ നമ്മുടെ കുട്ടികൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും. അത് നമുക്ക് തോന്നുന്നതാണ് ഇതൊക്കെ വലിയ കാര്യമാണ്, ഇതൊന്നും മനസ്സിലാവില്ല എന്ന് നമുക്ക് തോന്നുന്നതാണ്. ശരിക്കും സേഫ് ടച്ച് എന്താണ്, അൺസേഫ് ടച്ച് എന്താണ് എന്ന് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കിയാൽ ഉറപ്പായിട്ടും അവർക്ക് അത് മനസ്സിലാവും. മാം, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? അതെ, എന്റെ മാമിന് മോന് ഒരു 5 മനസ്സിലായിരുന്നോ? വയസ്സായി. എത്ര? 5 വയസ്സുള്ള മോനാണ്. മോന്. ഓക്കെ. മോന്. അപ്പൊ കുളിക്കുന്ന സമയത്ത് അവന് ഇപ്പൊ നമ്മള് സോപ്പിട്ട് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് പെനിസില് വല്ലാണ്ട് മസാജ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവന് ഇതൊരു പ്ലഷർ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. പ്രായം മുതൽ ഒരു 4 വയസ്സ് മുതൽ ഞാൻ ഇത് കണ്ടിട്ട് അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് പറഞ്ഞ് അങ്ങനെയാണ്. അതായത് ഞാൻ എന്നെ പേടിച്ചിട്ട് ചെയ്യാതിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊന്ന് പറഞ്ഞാല് നമ്മുടെ സർവൈലൻസിലാണ് കുളിക്കുന്നതും കാര്യങ്ങളൊക്കെ. കുറച്ച് കഴിഞ്ഞാല് നമ്മൾ കാണാതെ ഇത് ചെയ്യുന്നുള്ളത് ഒരു പേടി. അപ്പൊ നമ്മൾ അത് എങ്ങനെയാണ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്? അത് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, അത് ഉറപ്പായിട്ടും ഇതിന്റെ എന്താ പറയുക, ഓക്കെ, കുഞ്ഞിന് അവിടെ ഒരു പ്ലഷർ കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഓപ്പൺ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ അവര് പ്രായമായതിന് ശേഷം, അതായത് ഒരു പ്യൂബർട്ടിയിലേക്ക് എത്തിയതിന് ശേഷം എന്താണ് ഇങ്ങനെയുള്ള പീനിസിലൊക്കെ ടച്ച് ചെയ്യുക എന്നുള്ളത് പ്യൂബർട്ടിയിലേക്ക് എത്തിയതിനു ശേഷം കേട്ടോ ഞാൻ പറയും. ഇപ്പൊ 5 വയസ്സല്ലേ ആയുള്ളൂ. അപ്പൊ നമുക്ക് അതിന്റെ നമ്മളെപ്പോഴും അവിടെ പിടിക്കുന്നത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും. നമ്മുടെ പീനിസില് അവിടെ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണുള്ളത്. അപ്പോ എന്താണ്, അത് നമ്മുടെ പീനിസിനെ ബാധിക്കും. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പെയിൻഫുൾ ആവും. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ്, നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള സ്പേസിൽ ചെയ്യരുത്. ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ സ്പേസിലാണ് നമുക്ക് അങ്ങനെ ടച്ച് ചെയ്യാവുള്ളത്. അതൊന്നും ഒരു വലിയ തെറ്റല്ല. അത് ആ കുഞ്ഞിന്റെ പ്രായത്തിലുള്ളതാണ്. ഒരു 5 വയസ്സുള്ള, 6 വയസ്സുള്ള, അല്ലെങ്കിൽ 3 വയസ്സുള്ള, 4 വയസ്സുള്ള കുട്ടികളൊക്കെ പീനിസിൽ പിടിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പേരൻസും അതിനെ ചൊല്ലി ഒരു ടെൻഷൻ അടിക്കേണ്ട ഒരു കേസ് ഇല്ല. അത് ആ പ്രായത്തിന്റെ സ്വാഭാവികത മാത്രമാണ് എന്ന് നമ്മൾ പേരൻസ് ആദ്യം മനസ്സിലാക്കുക. പിന്നെ കുട്ടികളോട് ഉറപ്പായിട്ട് എപ്പോഴും അവിടെ പിടിച്ചുകൊണ്ടിരിക്കരുത് എന്നുള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം. കാരണം അവിടെ നമ്മുടെ കയ്യിലൊക്കെ ബാക്ടീരിയാസ് ഉണ്ടാവും. അതിലൂടെ കയറാം, ചീത്ത അണുക്കളൊക്കെ അവിടെ കയറാം. അപ്പൊ കുഞ്ഞിന് അവിടെ വാവു വരും, അവിടെ നീര് വയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ആ പ്രായത്തിൽ ഹെൽത്ത് സംബന്ധമായ കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതൊക്കെ ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്തു എന്ന് കരുതി ഒരിക്കലും തെറ്റില്ല. പക്ഷെ നമ്മൾ അതിനവിടെ മെയിൻ ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഇതൊന്നും ഓപ്പൺ സ്പേസിൽ ചെയ്യരുത് എന്ന് ചെറിയ പ്രായത്തിലെ. അതൊക്കെ തെറ്റാണ്. അപ്പൊ ഈ 5 വയസ്സുള്ള കുട്ടി ഒരു 5 വർഷത്തോടെ കഴിയുമ്പോൾ ടീനേജിലേക്ക് എത്തുമല്ലേ, അല്ലെങ്കിൽ പ്യൂബർട്ടിയിലേക്ക് എത്തുമല്ലേ. ഞാനിത് ശ്രദ്ധിക്കാൻ കാരണം എന്താന്ന് വെച്ചാല് ചില സമയത്ത് ഇവനിതുപോലെ രാത്രി ഞങ്ങൾ ഒരുമിച്ചാണ് വേറെ ആരുമില്ല, ഹസ്ബൻഡ് പുറത്താണ്. അപ്പോ കിടക്കുന്ന സമയത്തും ഇതുപോലെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇങ്ങനെ ഒരു ഫീൽ വരുന്ന സമയത്ത് എന്റെ മേല് കയറി കിടക്കുക, അങ്ങനത്തെ ഒരു
ഇത് ബിഹേവിയർ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഈഡിപ്പസ് കോംപ്ലക്സ് ഉണ്ടല്ലോ, ആ ഒരു അതാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. ചില സമയത്ത് അതുപോലെ കിസ് ചെയ്യുന്ന സമയത്ത് ലിപ്പിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് സക്ക് ചെയ്തിട്ടുള്ള കിസ്. അപ്പൊ അതൊക്കെ എനിക്കൊരു കുറച്ചൊരു സാധാരണ അല്ലാത്ത പോലെ തോന്നുക. എനിക്ക് തോന്നുന്നതാണോ എന്താന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഓക്കെ മാം, അങ്ങനെ മാമിന് എന്തെങ്കിലും ഇങ്ങനെ ഒരു വല്ലാത്ത ഫീല്, ഇനി മാമിന് അങ്ങനെ ഒരു സാധാരണ കുഞ്ഞുങ്ങളിൽ അങ്ങനെയൊക്കെ കാണാറുണ്ട്. ടച്ച് ചെയ്യുന്നു, കിസ് ചെയ്യുന്നു. കാരണം എന്തുകൊണ്ടാണെന്നറിയാം, അവര് ആ ഒരു സുഖകരമായ ഫീലിംഗ് അവർക്ക് കുട്ടികൾക്കും കിട്ടും എന്നുള്ളത് സത്യമാണ്. അപ്പോ അങ്ങനെ എന്തെങ്കിലും, അങ്ങനെ ഒരു സുഖകരമല്ലാത്ത എന്തെങ്കിലും മാമിന് തോന്നുകയാണെങ്കിൽ മാം ഉറപ്പായിട്ട് ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിനെ ഒന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും. എന്തുകൊണ്ടാണെന്നറിയോ, മാമിന്റെ പ്രശ്നവും മാറി, ആ ഒരു ടെൻഷനും മാറിക്കിട്ടും. കുഞ്ഞിന് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അവർക്കത് മനസ്സിലാവും. പക്ഷെ ഈ പ്രായത്തില് കുഞ്ഞുങ്ങൾ ഇപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് എന്ന് വെച്ചാൽ, നമ്മുടെ മൊബൈലില് ഇപ്പോൾ ഹസ്ബൻഡ് ഗൾഫിലാണെങ്കിൽ വരുന്ന പിക്ചേഴ്സ്, ഹസ്ബൻഡും വൈഫും തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ അവർ കേൾക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ എന്താ പറയുക, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവർ കണ്ടിട്ടുണ്ടോ, അതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, ഇതൊക്കെ സ്വാഭാവികമായിട്ട് കുട്ടികൾ ആ പ്രായത്തിൽ കാണിക്കുന്ന ഒരു സ്വഭാവം മാത്രമാണ്. മാം ഇതുകൊണ്ട് പേടിക്കേണ്ട ഒരു കേസും ഇല്ല. ഇനി അങ്ങനെ മാമിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീല്, ഉള്ളിൽ എപ്പോഴും ഒരു ടെൻഷൻ ആണെങ്കിൽ മാം ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക. ഉറപ്പായിട്ടും അത് കുട്ടികളുടെ സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ മതി. അപ്പോ എന്താണ്, അപ്പൊ ഉറപ്പായിട്ടും അവിടെ നിന്ന് ഒരു സൊല്യൂഷൻ മാമിന് കിട്ടും. എനിക്ക് എന്റെ ഒരു ഒരു അഭിപ്രായത്തിൽ ഡൗട്ടും കൂടെ, ഈ ഈഡിപ്പസ് കോംപ്ലക്സ്, അതായത് മദറിനോടുള്ള ഒരു സെക്ഷൽ അട്രാക്ഷൻ ഇല്ലേ, അത് ഏതൊരു ഏജ് വരെയാണ് ഉള്ളത് ചെറിയ കുട്ടികൾക്ക്? അതിനെ പറ്റി എനിക്ക് അത്ര ഗ്രാഹ്യമില്ല കേട്ടോ. ഈഡിപ്പസ് കോംപ്ലക്സിന് ഏത് ഏജ് വരെ എന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല. പക്ഷെ അതൊക്കെ ഒരു എന്താ പറയാ, ഒരു കൗമാര കാലഘട്ടത്തില് ഒക്കെ വരെ ആവാം ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ. പക്ഷെ ഇതിനൊക്കെ ബേസ് ആയിട്ട് വേണ്ടത് എന്താ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മക്കളോട് ചെറുപ്പം മുതലേ സംസാരിക്കുക. മാം എന്തായാലും എൻ്റെ CSCയുടെ കോഴ്സിലൊന്ന് ജോയിൻ ചെയ്യണേ മാം. ബുദ്ധിമുട്ടില്ലെങ്കിൽ മാം ഒന്ന് CSCയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ അതിനകത്ത് ഞാൻ കുഞ്ഞു കുട്ടികൾക്ക്, ജനിച്ച കുട്ടികൾക്ക് മുതൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളെ പറ്റി നമ്മൾ ഒരുപാട് വിശാലമായിട്ട് തന്നെ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ തന്നെ മാമിന്റെ പകുതി ടെൻഷൻസ് കുറയും. എങ്ങനെ ഈ ലൈംഗികതാ വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കാമെന്ന് മനസ്സിലാവും മാമിന്. പിന്നെ ഈ ഒരു പറഞ്ഞ കേസിൽ മാം ഉറപ്പായിട്ടും ഒരു സൈക്കോളജിസ്റ്റിനെ ഒന്ന് കാണുന്നത് ഉറപ്പായിട്ടും നല്ലതായിരിക്കും. കാരണം എന്നേക്കാൾ കൂടുതൽ അവർക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റും. ഇപ്പൊ ഈ ഈഡിപ്പസ് കോംപ്ലക്സിനെ പറ്റിയൊക്കെ ഉറപ്പായിട്ടും ഒരു സൈക്കോളജിസ്റ്റിനായിരിക്കും കൂടുതൽ പറയാൻ പറ്റുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. മാം ഉറപ്പായിട്ട് ആ മാമിന്റെ ആ ടെൻഷൻ ഒന്ന് മാറട്ടെ, അതിന് വേണ്ടിയിട്ട്. ഇപ്പൊ സൈക്കോളജിസ്റ്റുകളെ കാണുന്നതിന് ഒരു വിഷമവും വേണ്ട, കുഞ്ഞുങ്ങളെ കാണിക്കുന്നതിന് ഒരു വിഷമവും ചിന്തിക്കേണ്ട. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളെ കാണിക്കാറുണ്ട് പഠന പ്രശ്നത്തിനും. അങ്ങനെ എനിക്ക് എന്തെങ്കിലും ടെൻഷൻ തോന്നി ഉറപ്പായിട്ടും ഞാൻ കാണിക്കാറുണ്ട്, ഞാനും കാണാറുണ്ട്. അപ്പൊ അതൊന്നും ഒരു പ്രശ്നമല്ല. മാം ധൈര്യമായിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക കേട്ടോ. ആ ടെൻഷൻ അങ്ങ് മാറട്ടെ. എന്നിട്ട് മാം എൻ്റെ CSCയുടെ കോഴ്സിൽ ഒന്ന് ജോയിനിങ് കൂടി ചെയ്യണം കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. Okay.